Good evening, everyone, and welcome to day one of Epoch's Data Science Bootcamp. Hope all of you are excited for today's session. Today, we'll build a strong foundation in data science and learn how to approach real-world problems through effective problem framing. We are delighted to have Tarun Tomi, our data science IG lead at MuLearn Foundation, to lead today's session. Over to you, Tarun. Okay, sorry. So, hello, camera on sale. എല്ലാവർക്കും ഇഷ്യൂ എന്ന സമയത്ത് പോസ് ആവുകയോ സൗണ്ട് പോസ് ആവുകയോ എന്ന് പറയണേ, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടോളെ. ഇപ്പൊ ഫസ്റ്റ് മന്ത് ജോലി കിട്ടുമ്പോൾ ഓഗസ്റ്റിൽ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഓഗസ്റ്റിൽ കിട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് ജൂലൈ അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് ബൂട്ട് ക്യാമ്പ് സെഷൻ, അതായത് എല്ലാവർക്കും എപ്പോക്ക് ബൂട്ട് ക്യാമ്പിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു സെൽഫ് ഇൻട്രോ പറയുകയാണെങ്കിൽ, ഞാൻ ടോമി. ഞാൻ ഇപ്പോൾ കറന്റ് മ്യൂലറിന്റെ ഡാറ്റ സയൻസ് IG ലീഡായിട്ട് ഇന്റേൺ ആയിട്ട് നിൽക്കണം. പിന്നെ ഇപ്പോൾ പറയാൻ, ഞാൻ 4th ഇയർ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ്, വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വാഴക്കുളം സൈഡിൽ നിന്ന്. നമുക്കെന്നാ സെഷൻ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ, നമ്മുടെ ഇന്നത്തെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, അതായത് ഡേറ്റ സയൻസ് ഫൗണ്ടേഷൻസ് ആൻഡ് പ്രോബ്ലം ഫ്രെയിമിംഗ്. ഞാൻ പറയാൻ, നമുക്ക് ഈ ടോപ്പിക് മെയിൻലി, അതായത് നമ്മുടെ ഈ സെഷൻ 2 രീതിക്ക് ഉണ്ടോ. ഒന്നാമത്തെ ഇപ്പൊ എല്ലാവർക്കും ഇനിയുള്ള ചുമ്മാ ഡാറ്റ സയൻസിന്റെ ഏറ്റവും ഫൗണ്ടേഷൻ കട്ടാവുണ്ട് എന്റെ. ഹലോ, എല്ലാവർക്കും ഇപ്പോൾ ഓഡിബിൾ അല്ലേ? ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റത്തെ ബൂട്ട് ക്യാമ്പ് സെഷനാണ്. നമുക്കത് എങ്ങനെ പോകണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. അതായത് ഇപ്പോ എനിക്ക് വേണമെങ്കിൽ, നമ്മൾ ഇപ്പോ ഇന്ന് ക്ലാസ് ഉണ്ടായില്ല, ഇന്ന് എല്ലാവർക്കും ഫിഫ കാരണം ലീവ് ആയിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ജസ്റ്റ് ക്ലാസ് പോലെ പോവാം. അതായത് ഇന്നത്തെ നമ്മുടെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇന്ന് ജസ്റ്റ്, അതായത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ ഡാറ്റ സയൻസ് ഫൗണ്ടേഷൻ ആൻഡ് പ്രോബ്ലം ഫ്രെയിമിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റ സയൻസിന്റെ ഏറ്റവും
ഫൗണ്ടേഷൻ ആയ, അതായത് നമ്മുടെ ഒരു വീട് പണിയുന്ന സമയത്ത് നമ്മുടെ ഒരു അടിത്തറ അല്ലെ അങ്ങനെ പറയില്ലേ, അപ്പോ അങ്ങനെ ഒരു കേസാണ് ഇത്. അപ്പൊ ഇത് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് 8 o'clock to 9:30 വരെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് 30 minutes കൊണ്ട് ഈ ടോപ്പിക്ക് ചുമ്മാ വായിച്ചു വിടാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഞാൻ ജസ്റ്റ് കോഡ് കാണിക്കുന്നുണ്ട്, അപ്പൊ ജസ്റ്റ് കോഡ് എന്താന്ന് പറഞ്ഞു പോവാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഇതിനകത്ത് പോവാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് സെഷൻ പോവാം. അപ്പൊ ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുന്നത് അല്ല എല്ലാവർക്കും, അതായത് ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും, അപ്പൊ നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുക, അങ്ങനെ രീതിക്ക് നമുക്ക് പോയാലോ? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡാറ്റ സയൻസ് എന്നുള്ള രീതിയിൽ, അതായത് നമുക്ക് മെയിനായിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മളിൽ എല്ലാവരും സിനിമ കാണും, സീരീസ് കാണും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പല പല സിറ്റിയിലുള്ളവർ ജസ്റ്റ് ഒരു ചെറുതായിട്ട് ചെറിയ ദൂരത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഊബർ വിളിക്കും, അല്ലെങ്കിൽ റാപ്പിഡോ വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പാട്ട് കേൾക്കും, എന്താ സ്പോട്ടിഫൈ യൂസ് ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബ് മ്യൂസിക് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആപ്പിൾ മ്യൂസിക് യൂസ് ചെയ്യും. അപ്പൊ ഇതെല്ലാം യൂസ് ചെയ്യും. അപ്പൊ ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ എപ്പോഴേലും ചിന്തിക്കാറുണ്ടോ? ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയട്ടോ. ഡാറ്റാസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണോ? ആ അതന്നെ, അൽഗോരിതംസ്. പിന്നെ എന്തൊക്കെയായിരിക്കും നമ്മളിപ്പോ ഡാറ്റാസും കാര്യങ്ങളും യൂസ് ചെയ്യണമെന്ന് പറയണു. അപ്പൊ നമുക്ക് എന്ത് ഡാറ്റ ആയിരിക്കും യൂസ് ചെയ്യണേ? കറണ്ട് സിനാരിയോ അനുസരിച്ച് അതിന് ബെറ്റർ ആയിട്ടുള്ള ഡാറ്റാസ് യൂസ് ചെയ്യുന്നു. ഇപ്പോ സ്പോട്ടിഫൈ ആകുമ്പോ സോങ്സിന്റെ ഡാറ്റാസ്, ഇപ്പഴാകുമ്പോ ഇതിന്റെ വെഹിക്കിള് അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ട്രാവലിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അങ്ങനെയുള്ള ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യല്ലേ. അതെ അതെ അതെ. ഇപ്പൊ നമ്മള് നെറ്റ്ഫ്ലിക്സിന്റെ കേസ് എടുക്കുകയാണ്. അപ്പോ നമ്മള് ഒരു അക്കൗണ്ട് തുടങ്ങി നെറ്റ്ഫ്ലിക്സിനകത്ത്. എന്നിട്ട് ഞാൻ ഇപ്പൊ ഒരു 3-4 ഷോ ഒക്കെ കണ്ടു തുടങ്ങി. അപ്പൊ നമ്മള് കാണും, ഇപ്പൊ എനിക്ക് എന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇന്റർസ്റ്റെല്ലാർ കണ്ടു, അല്ലെങ്കിൽ അടുത്തതായിട്ട് ഏതിപ്പോ ക്രിസ്റ്റഫർ നോളന്റെ 3-4 മൂവീസ് കണ്ടു. അപ്പൊ നെറ്റ്ഫ്ലിക്സിന്റെ അൽഗോറിതംസ് മനസ്സിലാക്കാണ് എന്റെ മൂവിയുടെ, അതായത് ഞാൻ ഇതുവരെ കണ്ട മൂവീസിന്റെ ലിസ്റ്റ് എടുക്കും. ഇപ്പൊ ഒരു മൂവി, അതായത് ഇന്റർസ്റ്റെല്ലാർ എടുക്കുകയാണെങ്കിൽ അത് എന്തോരം നേരം കണ്ടു എന്ന്. ചിലപ്പോ ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാള് ഇന്റർസ്റ്റെല്ലാർ വാച്ച് ചെയ്യാണ്, അപ്പൊ ഒരു 10 minutes കഴിയുമ്പോൾ തന്നെ അയാൾക്ക് നിർത്തി പോകും, അടുത്തു, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയല്ല. അപ്പൊ നമ്മുടെ വാച്ച് ടൈം എന്തോരം ഉണ്ട്. പിന്നെ നമ്മള് ഇപ്പൊ സിനിമ കണ്ട സമയത്ത് മൊത്തം ഒറ്റ സ്ട്രെച്ചിൽ കണ്ടു തീർത്തോ, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ, അതായത് ഇപ്പൊ ആദ്യത്തെ ഒരു അരമണിക്കൂർ കണ്ടു, പിന്നെ വേറെ വഴിക്ക് പോയി, പിന്നെ ബാക്കി അരമണിക്കൂർ അങ്ങനെ ഇടവിട്ടാണ് കണ്ടേ. പിന്നെ നമ്മുടെ എപ്പോഴാണ് കണ്ടത്, അതായത് രാത്രിയാണ്. അപ്പൊ അങ്ങനെ കുറെ ഡേറ്റാസ് നെറ്റ്ഫ്ലിക്സ് കളക്ട് ചെയ്തിട്ട് ഒരു റെക്കമെൻഡേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്യാണ്. അങ്ങനെയാണ് നെറ്റ്ഫ്ലിക്സ് നമ്മൾ അടുത്തത് എന്ത് വാച്ച് ചെയ്യുന്ന പറയണേ. അതേപോലെ തന്നെ ഊബർ എന്താ ചെയ്യണത്, ഊബർ നമ്മളിപ്പോ ഒരു റൈഡ് ബുക്ക് ചെയ്തു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഊബർ നമ്മുടെ ഇടയ്ക്കുള്ള, അതായത് നമ്മൾ റൈഡ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അടുത്ത് എത്തുന്നു പറയണെന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ ട്രാഫിക് കാൽക്കുലേറ്റ് ചെയ്യും. ഇതിനു മുമ്പ് ഈ ഡിസ്റ്റൻസിനകത്ത് എന്തോരം പേര് റൈഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഇടയ്ക്ക് എടുത്ത ടൈം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് ഊബർ പ്രഡിക്റ്റ് ചെയ്യാണ് ഇന്ന സമയത്ത് അത് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എത്തും. അതേപോലെ തന്നെ സെയിം കേസാണ് സ്പോട്ടിഫൈഡ് ഇതിനകത്തും തന്നെ. സ്പോട്ടിഫൈഡ് നമ്മൾ നെറ്റ്ഫ്ലിക്സിനകത്ത് സിനിമ കണ്ടു, അതന്നെ സ്പോട്ടിഫൈനകത്ത് നമ്മളിപ്പോ ഒരു 10 പാട്ട് കേൾക്കുകയാണെങ്കിൽ ഓരോ പാട്ടും ഓരോ ടൈപ്പ് പാട്ടാലോ. അപ്പൊ ഏതൊക്കെ ടൈപ്പ് പാട്ടാണ് നമ്മൾ ജിമ്മിൽ അതായത് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, അതായത് 4:30 to 5:30 സമയത്ത് എന്റെ കുറച്ചുകൂടെ എനിക്ക് ബാസുള്ള മ്യൂസിക്, അങ്ങനത്തെ ഉള്ള മ്യൂസിക്കുകൾ കേൾക്കാനായിരിക്കും എന്റെ ഇതിനകത്ത് ഹിസ്റ്ററി കാണിക്കണേ. അപ്പൊ സ്പോട്ടിഫൈക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു ടൈമിനകത്ത് ഞാൻ ജിമ്മിലായിരിക്കും. അപ്പൊ ഞാൻ അടുത്തൊരു 4:30 to 5:30 സമയത്ത് വീണ്ടും പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പോട്ടിഫൈ വേണമെങ്കിൽ ഒന്നെങ്കിൽ രാത്രി ഞാൻ പാട്ടിടാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ, നമ്മൾ ഉറങ്ങുമ്പോൾ ആരും ജിമ്മിൽ പോണ ടൈപ്പ് പാട്ടിടില്ലല്ലോ, അപ്പൊ വേണമെങ്കിൽ അങ്ങനത്തെ ഇടാം. അപ്പൊ സ്പോട്ടിഫൈ എന്ത് ചെയ്യും, ഇതിന് പ്രീവിയസ് ആയിട്ട് ഈ ടൈമിനകത്ത് ഏതൊക്കെ മ്യൂസിക് കിട്ടോ, അത് ഏതൊക്കെ ടൈപ്പ് മ്യൂസിക് ആണ്, എന്തോരം നേരം പ്ലേ ചെയ്യും, അങ്ങനെയുള്ളത് നോക്കി നമുക്കൊരു ലൈബ്രറി തന്നെ ഇത് റെക്കമെൻഡ് ചെയ്യാണ്. അതും ഒരു റെക്കമെൻഡേഷൻ സിസ്റ്റം പോലെ. അപ്പൊ ഇതാണ്. അപ്പൊ എന്താണ് ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഉണ്ട്. ഇപ്പോ നിങ്ങൾക്ക് തന്നെ പറയാൻ കുറെ എക്സാമ്പിൾസ് ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐക്കോണാക്കി. ഇപ്പൊ ഈ 3 എക്സാമ്പിൾ അല്ലാണ്ട് വേറെ കുറെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, ആരെങ്കിലും പറയണ്ടോ?
നമുക്കിത് ഇന്ററാക്റ്റീവ് ആയിട്ടുണ്ടോ? പോർട്ടൽസിലൊക്കെ ആപ്സിലൊക്കെ ഏത് ടോപ്പിക് ക്ലിയർ ആയില്ല? ഫാസ്റ്റ് ആക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാതെ എത്ര കസ്റ്റമേഴ്സ് ആ ഓക്കെ. റീൽസ്, ഷോർട്സ്, റെക്കമെൻഡേഷൻ. എടാ എനിക്ക് നീ പറഞ്ഞത് ഓഡിബിൾ ആയില്ല കേട്ടോ, ജസ്റ്റ് ഭയങ്കരമായിട്ട് നെറ്റ് ഇഷ്യൂ. ഇനി അടുത്തത് സ്വിഗ്ഗിയുടെ നമുക്ക് കേസ് എടുക്കാം. അങ്ങനെ റീൽസ്, റെക്കമെൻഡേഷൻ, ഓൺലൈൻ ഷോപ്പിംഗ്. നമ്മളിപ്പോ ഡ്രസ്സ് ഇന്ന് കുറച്ച് നാളത്തേക്ക് മുമ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സാധനം സെർച്ച് ചെയ്തു, എന്താ പറയുക, എനിക്ക് പുതിയതായിട്ട് ഒരു ബൈക്ക് മേടിക്കണം എന്നുള്ള രീതിക്ക് വരികയാണെങ്കിൽ പിന്നെ മൊത്തം ആഡ് ബേസ് ചെയ്ത് തന്നെ. പിന്നെ ഗെയിം റെക്കമെൻഡേഷൻ, അങ്ങനെ നമ്മൾ ഓട്ടോ കംപ്ലീഷൻ. അതെ, അപ്പൊ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ചുറ്റുപാടും തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലോഡ് അതായത് കുറെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അതിനകത്ത് ഇപ്പോൾ ചാറ്റിനകത്ത് പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും സെയിം അതന്നെ. അപ്പൊ എന്താണ് ഡാറ്റ സയൻസ് റിയലി പറയുകയാണെങ്കിൽ, ഡാറ്റ സയൻസ് ഒരൊറ്റ ഫീൽഡ് അല്ല. അതായത് ഇപ്പോ നമുക്ക് ചുമ്മാ അതായത് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് റെക്കമെൻഡേഷൻ സിസ്റ്റം ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രഡിക്ഷൻ സിസ്റ്റം ഉണ്ടാക്കാം. അങ്ങനെ മാത്രമല്ല, നമ്മൾക്കൊരു ഡാറ്റ സയൻസ് പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡാറ്റ സെറ്റ് കിട്ടുകയാണ്. അതായത് ആ ഡാറ്റ സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഹാർട്ട് ഡിസീസ് പ്രൊഡിക്റ്റ് ചെയ്യാനുള്ള ഡാറ്റ സെറ്റ് ആയിരിക്കും. അപ്പോ ഞാൻ ഒരു CS സ്റ്റുഡന്റ് എന്ന രീതിക്ക് എനിക്ക് ആ ഡാറ്റ സെറ്റ് കിട്ടുന്ന സമയത്ത് അതിനകത്ത് കുറെ വാല്യൂസ് ഉണ്ടാവും. നമ്മളിപ്പോ ഒരു ഹാർട്ട് അറ്റാക്ക് പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ BP ഉണ്ടാവും, അയാളുടെ നല്ല കൊളസ്ട്രോൾ ഉണ്ടാവും, ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാവും, അങ്ങനെ ഒത്തിരി വാല്യൂസ് ഉണ്ടാവും. അപ്പൊ എനിക്ക് പ്രോപ്പറായിട്ട് ആ ഡൊമൈനിലുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും, ഞാൻ ചുമ്മാ മോഡൽ കിട്ടി, അതപ്പോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ എന്ന് പ്രൊഡിക്റ്റ് ചെയ്യുക, അപ്പൊ ജസ്റ്റ് ഒരു മോഡലിലേക്ക് ഫീഡ് ചെയ്യും. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് വന്ന സമയത്ത് yes or no വന്നു, അപ്പൊ ഞാൻ മോഡൽ വർക്കായി എന്ന് പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ നമ്മളിപ്പോ ഹാർട്ട് അറ്റാക്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് വന്ന പേഷ്യന്റിന്റെ ഹാർട്ട് അറ്റാക്ക് പാരമ്പര്യമായിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രോപ്പർലി ആ ഓരോ ഫീച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് വെറും വേസ്റ്റ് ആണ്. അതേപോലെ തന്നെയാണ് അടുത്തൊരു ഫീൽഡാണ് മാത്സ് ആൻഡ് സ്റ്റാറ്റ്സ്. നമ്മളെല്ലാവരും ഇപ്പോ ബിടെക് പഠിക്കുന്നവരായിരിക്കും മിക്കവാറും ഇതിനകത്ത്. അപ്പോ നമ്മളെല്ലാവരും മാത്സ് പഠിച്ചിട്ടുണ്ട്, ഓൾജിബ്ര പഠിച്ചിട്ടുണ്ട്, പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ ഒരു 3 എൻവയോൺമെന്റ് എന്ന് വേണ്ട, 3 നമ്മൾ ഇങ്ങനത്തെ മാത്സിന്റെയും നമ്മൾ എടുക്കണ ഒരു ബിസിനസ് സ്റ്റേറ്റ്മെന്റിന്റെ അതിന്റെ ഡൊമൈൻ നോളജും, കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ കോഡിങ് യൂസ് ചെയ്ത് മോഡൽ ബിൽഡ് ചെയ്യണു, നമ്മൾ അതിന്റെ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യണു. ഈ 3 നമ്മൾ ഒരുമിച്ച് തന്നെ ഇപ്പൊ ഈ വെൻ ഡയഗ്രം വരച്ചല്ലോ, അപ്പൊ അതിനകത്ത് ഈ 3 കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡാറ്റ സയന്റിസ്റ്റ്. നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് എന്താന്ന് പറയുകയാണെങ്കിൽ, ഡാറ്റ അനലിസ്റ്റുകാർക്ക് എന്താ, നമുക്ക് കിട്ടുന്ന ഒരു ഡാറ്റേനെ നമുക്ക് ജസ്റ്റ് അനലൈസ് ചെയ്യാനുള്ളൂ. നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്ന ഡാറ്റയുടെ ഡൊമൈൻ നോളജ് വേണം. അതേപോലെ തന്നെ മാത്സിലെ കുറെ ഇക്വേഷൻസ് വെച്ച് ആള് ഡാറ്റയുടെ കാര്യങ്ങൾ പഠിക്കും. നമ്മൾ ആ കിട്ടുന്ന ഡാറ്റയെ കൊണ്ട് നമുക്കൊരു ഔട്ട്കം പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ഡൊമൈനിന്റെ റിക്വയർമെന്റ് കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് ഇത്. അതായത് നമുക്ക് പ്രോഗ്രാമിംഗ് വേണം, അതേപോലെ തന്നെ മാത്സ് വേണം, പിന്നെ ഡൊമൈൻ നോളജ്. ഇനി നമ്മൾ ഇപ്പോ ഡാറ്റ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് എന്താന്നുള്ള രീതിക്ക് എല്ലാവർക്കും റെഡി ആയില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നമ്മളിപ്പോ എന്താ പറയാ, ഓക്കെ, നമ്മളെല്ലാവരും ഇപ്പോ ചാറ്റ് GPT യൂസ് ചെയ്യും. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ AI വീഡിയോസ് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറെ AI ജനറേറ്റഡ് ഫോട്ടോസ് കാണും, AI ജനറേറ്റഡ് മീംസ് കാണും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറെ ഇതൊക്കെ ഇപ്പൊ ഡാറ്റ സയൻസ് എന്താന്ന് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ അത് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന കുറെ ബസ് വേർഡ്സ് ഉണ്ട്. AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ്. ഇതൊക്കെ എന്താന്ന് ജസ്റ്റ് പറയുന്നതാണ്. ഫസ്റ്റ് തന്നെ മെഷീൻ ലേണിംഗ് എടുക്കാം. മെഷീൻ ലേണിംഗ് ജസ്റ്റ് നമ്മൾ ആ പേര് കേൾക്കണ പോലെ തന്നെ നമ്മൾ ഒരു മോഡലിന് ട്രെയിൻ ചെയ്യാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ കുറച്ച് ഇമേജസ് എടുത്തു. അതായത് ഇപ്പൊ കുറച്ച് ഡോഗ്സിന്റെ ഇമേജ്, അല്ലെങ്കിൽ ക്യാറ്റിന്റെ ഇമേജ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെറ്റ്സിന്റെ കുറച്ച് ഇമേജുകൾ നമ്മൾ എടുത്തു. നമ്മളതൊരു മെഷീന് ഫീഡ് ചെയ്യാണ്. അപ്പൊ ആ മെഷീൻ ഇപ്പൊ ഒരു ഡോഗിന്റെ ഇമേജ് കിട്ടി, ഒരു ക്യാറ്റിന്റെ ഇമേജ് കിട്ടി,
പിന്നെ വീണ്ടും കിട്ടുന്ന സമയത്ത് ആ ഓരോ ഇമേജുകളുടെ പാറ്റേൺ, അതെങ്ങനെ സിമിലാരിറ്റി, അതൊക്കെ വെച്ച് മെഷീൻ പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ പുതിയതായിട്ട് നമ്മളൊരു ഡോഗിന്റെ ഇമേജ് കൊടുക്കുകയാണെങ്കിൽ മെഷീൻ അവിടെ പറയും അത് ഒരു ഡോഗ് ആണ് അല്ലെങ്കിൽ അതൊരു ക്യാറ്റ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളെല്ലാവരും ജിമെയിൽ യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ചുമ്മാ നമ്മുടെ മെയിൽ ഐ ഡി വെച്ച് പലയിടത്തും ലോഗിൻ ചെയ്യും. അപ്പൊ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലോഗിൻ ഐ ഡി, നമ്മുടെ മെയിൽ ഐ ഡി അത് വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് നമുക്ക് കുറെ സ്പാം മെയിൽ വരാം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്പാം സെഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത മെയിലൊക്കെ എല്ലാം സ്പാമിലേക്ക് പോയി കിടക്കുന്നുണ്ടാവും. അതും ഒരു മെഷീൻ ലേണിംഗിന്റെ ആപ്ലിക്കേഷൻ ആണ്. അവിടെ എന്താ സംഭവിക്കണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മോഡലിനെ, ക്ലാസിഫിക്കേഷൻ മോഡലിനെ നമ്മൾ ട്രെയിൻ ചെയ്യാണ്. അപ്പൊ നമുക്ക് സ്പാം വന്ന സമയത്ത് മെയിൻ ആയിട്ട് സ്പാം വന്നെന്ന് പറയുന്നത് എന്താ പറയണേ, ഇപ്പൊ നമുക്ക് ഇത്ര $1 കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു പുതിയ കോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പുതിയ കോഴ്സ് എടുക്കാൻ താല്പര്യമുണ്ടോ, അപ്പൊ അങ്ങനത്തെ വേർഡ്സ് വെച്ച് നമ്മളൊരു മോഡലിനെ ട്രെയിൻ ചെയ്തിട്ട് അത് സ്പാം ആണോ അല്ലേന്ന് ഇടും. പിന്നെ അടുത്തത് നമ്മൾ മെഷീൻ ലേണിംഗ് ആയിട്ട് അടുത്ത ഒരു സ്റ്റെപ്പ് പോലെയാണ് ഡീപ്പ് ലേണിംഗ്. നമ്മളെല്ലാവരും ഇപ്പോ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഈ ഇമേജ് എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതായത് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു മോഡലിനെ ട്രെയിൻ ചെയ്യുന്നതാന്ന് വെക്കുക. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് പോലെ നമ്മൾ ഒരു ഡെൻസർ ലെയർ ഓഫ് മോഡൽസിനെ, അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻസിന്റെ കേസ് വരുന്ന സമയത്ത് നമ്മളൊരു തോട്ട് വരാണ്. നമുക്ക് തോട്ട് എങ്ങനെ തന്നെ, അതായത് നമ്മളൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളില് ഓരോ ന്യൂറോണിനകത്ത് സിഗ്നൽ പോയാണ് നമുക്കൊരു തോട്ട് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണേ. ആ സെയിം കാര്യം നമ്മളൊരു മോഡലിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഡീപ്പ് ലേണിംഗ്. ഈ കാണുന്ന ഇതാണ് നമ്മുടെ ഇൻപുട്ട് ലെയർ. നമ്മൾ ഈ കൊടുക്കുന്നത് എല്ലാം ഫീഡ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ഹിഡൻ ലെയറിൽ കൂടെ പോയി നമുക്ക് ഔട്ട്പുട്ട് വരും. ഇതൊക്കെ സ്ഥിരം ഉള്ള ക്ലീഷേ ടോപ്പിക്സ് ആണ്, അതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. പിന്നെ അടുത്ത AI എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻ എക്സ്പെർട്ടീസ് ഉള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്റലിജൻസ് നമ്മൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നിടത്ത് നമ്മളൊരു മോഡലിനെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് നമ്മൾ അതിനെ റിലീസ് ചെയ്യുക. അതാണ് AI. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിനെ ഓട്ടോമേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ AI കേസ് പറയുകയാണെങ്കിൽ. ഇനി അടുത്തത് ഒരു ബിസിനസ്. നമ്മൾ ഡാറ്റ സയൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും, ഞാൻ ഇപ്പൊ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. അതായത് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് പ്രഡിക്റ്റ് ചെയ്യണം. അതായത് നമുക്ക് വന്നൊരു പേഷ്യന്റ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് റിസ്ക് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോ അതൊരു ബിസിനസ് പ്രോബ്ലം ആണ്. നമുക്ക് മെഡിക്കലിന്റെ കേസിനകത്ത് അത് ഭയങ്കരമായിട്ട്, മെഡിക്കൽ ഫീൽഡിനകത്ത് നോക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാലോ. അപ്പോ ആ ഒരു ടോപ്പിക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു കിട്ടിയ ബിസിനസ് പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെ ഒരു ഡേറ്റ പ്രോബ്ലം ആക്കും, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോണേ. ഇതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? എന്റെ സ്പീഡ് എന്തെങ്കിലും കുഴപ്പം, ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. ഓക്കെ. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് പല ബിസിനസ് പ്രോബ്ലംസ്, നമ്മളൊരു കിട്ടിയ ബിസിനസ് പ്രോബ്ലത്തെ എങ്ങനെ ഒരു ഡാറ്റ പ്രോബ്ലം ആക്കാം എന്നുള്ള ഒരു ഇതാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ ടോപ്പിക്. അതായത് നമുക്ക് കിട്ടിയ ഒരു ഡാറ്റ സയൻസ് പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെ പ്രോപ്പർ പ്രോബ്ലം ഫ്രെയിമിങ് വഴി നമ്മളൊരു ഡാറ്റ പ്രോബ്ലം ആക്കും. നമുക്ക് മെയിൻ ആയിട്ട് ഡാറ്റ സയൻസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രഡിക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കുന്ന കാര്യങ്ങൾ എന്നല്ല, നമുക്ക് മെയിൻ ആയിട്ട് ഔട്ട്കം കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഇവിടുത്തെ ഫസ്റ്റത്തെ പ്രോബ്ലം ക്ലാസിഫിക്കേഷൻ എന്താന്ന് പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ബാങ്കിനകത്ത് ലോൺ വെക്കാൻ പോവാണ്. അപ്പൊ നമുക്കൊരു ലോൺ തന്നെങ്കിൽ അതിനു മുമ്പ് ബാങ്ക് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എടുക്കും, നമ്മുടെ ട്രാൻസാക്ഷൻസ് എടുക്കും, നമുക്ക് അതിനു മുമ്പ് നമ്മുടെ സിബിൽ സ്കോർ എടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ബാങ്കിന് വേണ്ട, അതായത് ബാങ്ക് നമുക്ക് ലോൺ തന്നെയോ വേണ്ടയോ, അതായത് ആ ഔട്ട്പുട്ട് എന്താ, യെസ് ഓർ നോ എന്ന് പറയുന്നത് അത് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ്. അതേപോലെ എസ് ഓർ നോ വന്നെന്ന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഹാർട്ട് അറ്റാക്ക് പറഞ്ഞ പോലെ അതിനകത്ത് ആ പേഷ്യന്റ് നമുക്ക് തന്നേക്കണ ഡാറ്റ വെച്ച് ആ പേഷ്യന്റിന് ഹാർട്ട് അറ്റാക്ക് വരുമോ, റിസ്ക് ഉണ്ടോ, എസ് ഓർ നോ. ഇങ്ങനെ എസ് ഓർ നോ വന്ന പ്രോബ്ലത്തെയാണ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലം. സെക്കൻഡ് ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ റിഗ്രഷൻ ആണ്. റിഗ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോ
എക്സാമ്പിൾ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന്റെ വേറൊരു അടിപൊളി എക്സാമ്പിൾ ഉണ്ട്. നമുക്ക് ഇന്നലെ ഫിഫയുടെ മാച്ച് നടന്നു. ഫിഫയുടെ മാച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ പല പ്രൊഡിക്റ്ററും അല്ലെങ്കിൽ നമ്മൾ പല ബെറ്റിംഗ് സൈറ്റും എല്ലാം നോക്കാറുണ്ട്. അപ്പൊ അവിടെ ഒരു ഔട്ട്കം എന്താ? അതായത് ഒന്നില്ലെങ്കിൽ അർജന്റീന ജയിക്കും അല്ലെങ്കിൽ അർജന്റീന തോക്കും, പിന്നുള്ളത് അല്ലെങ്കിൽ സ്പെയിൻ ജയിക്കും സ്പെയിൻ തോക്കും. ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. റിഗ്രഷൻ പ്രോബ്ലം എന്താന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ഇപ്പൊ ഞാനൊരു വീട് മേടിക്കാൻ പോവാണ്. നമ്മളൊരു വീട് മേടിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കണേ? അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എന്തോരം സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ എടുക്കാൻ പോണ വീട്, അല്ലെങ്കിൽ എന്താ നോക്കണേ? നമ്മളിപ്പോ മേടിക്കാൻ പോണ വീടിന് എത്ര നിലയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മേടിക്കപ്പോ ഒരു നില ഉള്ളെങ്കിലും നമ്മൾ മേടിച്ച ഒരു നിലയിൽ എത്ര റൂമുണ്ട്, അതിന് എത്ര അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ അടുത്തുള്ള നമ്മുടെ നെയ്ബേഴ്സിന്റെ എങ്ങനത്തെ നെയ്ബേഴ്സ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളൊരു ഹൗസിന് ഒരു വില ഇടും. അല്ലെങ്കിൽ നമ്മൾ സ്ഥലം മേടിക്കുകയാണെങ്കിൽ അടുത്തേ കൂടെ NH പോകണ്ടോ, അല്ലെങ്കിൽ അടുത്ത് ഹോസ്പിറ്റലുണ്ടോ സ്കൂളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആ സ്ഥലത്തിന് ഒരു വില ഇടും, അതായത് ഒരു നമ്പർ. അപ്പൊ അതിനെയാണ് റിഗ്രഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അടുത്ത ക്ലസ്റ്ററിങ്. ക്ലസ്റ്ററിങ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ എന്താ എക്സാമ്പിൾ എടുക്കുക? ഇപ്പൊ നമ്മൾ നെറ്റ്ഫ്ലിക്സിന്റെ കേസ് എടുത്തു. നെറ്റ്ഫ്ലിക്സ് എടുക്കുന്ന സമയത്ത് എന്താ പറയാ, അല്ലെങ്കിൽ അതായത് നെറ്റ്ഫ്ലിക്സിനകത്ത് നമ്മളിപ്പോ സിനിമ കാണുന്ന സമയത്ത് പലതരം ജോണർ ഉണ്ടല്ലോ. അതായത് ഒന്നെങ്കിൽ റൊമാൻറ്റിക്, അല്ലെങ്കിൽ ആക്ഷൻ പടം, അല്ലെങ്കിൽ കുറച്ചുകൂടെ സാഡ് പടം, അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലർ. അപ്പൊ ഇങ്ങനെ ഇപ്പോ ഓരോ യൂസേഴ്സിനും ഓരോ ടൈപ്പ് സിനിമ കാണാൻ താല്പര്യങ്ങളുണ്ടാവും. അപ്പൊ ആ ടൈപ്പ് എല്ലാം വെച്ചിട്ട് ഓരോ യൂസേഴ്സിനെ ക്ലസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ ഓരോ യൂസേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യും. അതിനാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അടുത്ത് അനോമലി ഡിറ്റക്ഷൻ. ഈ അടിയിൽ വരുന്നതൊക്കെ നമ്മൾ പ്രോബബ്ലി ഇങ്ങനെ എപ്പോഴും കണ്ടുവരില്ല. ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ക്ലസ്റ്ററിങ്, ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കണേ. അത് കഴിഞ്ഞിട്ടുള്ള അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണെങ്കിൽ, നമ്മളിപ്പോ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് പരിപാടി നടത്തും. അപ്പൊ നമ്മൾ ഇപ്പൊ ടാക്സ് ഫ്രോഡിന്റെ കേസ് എടുക്കാണ്. ടാക്സ് ഫ്രോഡ് എടുക്കുന്ന സമയത്ത് എല്ലാവരും മോളിവുഡ് ടൈംസ് കണ്ടിട്ടുണ്ടെന്ന് വെക്കണം. എല്ലാവരും മോളിവുഡ് ടൈംസ് കണ്ടാണോ? മോളിവുഡ് ടൈംസ് കണ്ടാണോ? അപ്പൊ നമ്മള് അതിനകത്തൊരു കാര്യം പറയണ്ട്. അതായത് നമ്മള് ഫ്രോഡ് പരിപാടി നടത്തണം എങ്ങനെയാ? നമ്മളിപ്പോ ഒരു സിനിമ ഇറക്കി മാർക്കറ്റിനകത്ത്, നമ്മൾ ആ സിനിമ നഷ്ടാന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ഒരു കമ്പനിയുടെ കേസ് എടുക്കുന്ന സമയത്ത് ആ കമ്പനിക്ക്, അല്ലെങ്കിൽ കമ്പനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ആ കമ്പനി ഭയങ്കര നഷ്ടമാണ്, പക്ഷെ കമ്പനിക്ക് ഭയങ്കര ലാഭമാണ്. കമ്പനിയുടെ സ്പെൻഡിങ് ഒക്കെ നോക്കും. എന്നിട്ട് കമ്പനി കൊടുക്കുന്നത് ഭയങ്കര നഷ്ടമാണെന്നുള്ള രീതിക്ക് കൊടുക്കണേ. എന്നിട്ട് നമ്മള് കമ്പനിയുടെ ഡാറ്റയും അതിന്റെ പ്രീവിയസ് ആയിട്ട് എടുത്ത കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോ അവർക്ക് ലാഭമുണ്ട്, അവര് പറഞ്ഞ നഷ്ടം എന്ന് പറയുകയാണെങ്കിൽ അതിലും കൂടുതലാണ്. അപ്പൊ അവർക്ക് നല്ല നഷ്ടമുണ്ട്, പക്ഷെ ഞാൻ കറക്റ്റ് ആയിട്ട് പറയണേ, അവർക്ക് ഭയങ്കര ലാഭമുണ്ട്, അവർക്ക് കുറച്ച് നഷ്ടമുണ്ട്. അവരെന്ത് പറയാണ്, അവരുടെ കമ്പനി നഷ്ടത്തിലാ പോണേ. അപ്പൊ നമ്മൾ അവരുടെ ഡാറ്റ എടുത്ത് നോക്കി നമ്മൾ അതിന്റെ ഔട്ട്ലയറും നമ്മൾ അതിന്റെ വാല്യൂ ഒക്കെ ചെക്ക് ചെയ്യും. അപ്പൊ വാല്യൂ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് കയറി കിടക്കണം, ലോസ് എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു കാണിക്കണം. അപ്പൊ ഇവര് പറഞ്ഞ ലോസും പ്രോഫിറ്റും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ഭയങ്കര പറഞ്ഞ ലിമിറ്റിനേക്കാളും പുറത്താണ്. അപ്പൊ അതിനെ നമ്മൾ ഔട്ട്ലയർ എന്ന് പറയും. അതൊരു അനോമലി ഡിറ്റക്ഷൻ പോലെ നമ്മൾ എടുക്കും. പിന്നെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. അതായത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവാണ്. അപ്പോ ഞാൻ സാറ്റർഡേ സൂപ്പർ മാർക്കറ്റിൽ പോയി. എനിക്ക് സൺഡേ ഒരു സിനിമ കാണണം, അല്ലെങ്കിൽ ഇപ്പോ സൺഡേ രാത്രി നമുക്ക് ഫിഫ മാച്ച് ഉണ്ട്. അപ്പൊ ഫിഫ മാച്ചിന്റെ സമയത്ത് നമ്മൾ എന്തായാലും നമ്മൾ അസോസിയേറ്റ്, അതായത് ഇപ്പൊ നമ്മൾ ചിപ്സ് എടുക്കുകയാണെങ്കിൽ ചിപ്സിന്റെ കൂടെ എന്തായാലും ഒരു 7up എടുക്കും. 7up എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പാക്കറ്റ് എന്തെങ്കിലും വേറെ ചിപ്സ് എടുക്കും, അല്ലെങ്കിൽ അങ്ങനെ അസോസിയേറ്റ് ആയിട്ട് പോണ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ അസോസിയേഷൻ എന്ന് പറയും. റെക്കമെൻഡേഷൻ എന്ന് പറയുകയാണെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ പാസ്റ്റ് ഡാറ്റ വെച്ച് നമുക്കൊരു റെക്കമെൻഡഡ് സിനിമകൾ അല്ലെങ്കിൽ റെക്കമെൻഡഡ് പാട്ടുകൾ അങ്ങനെ തരുന്നതാണ് റെക്കമെൻഡേഷൻ. ഇതാണ് ബേസിക്കലി നമ്മൾ 6 യൂണിവേഴ്സൽ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ഓരോ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ നമ്മൾ ഓരോ ബിസിനസ് പ്രോബ്ലം എടുക്കുന്ന സമയത്ത് കിട്ടുന്നത്. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? ഇങ്ങനെ സ്പീഡോ അല്ലെങ്കിൽ ഭയങ്കര തിയറി ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ വേഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഭയങ്കര ഫൗണ്ടേഷനിൽ കൂടെ പോണേ.
ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദ ആർട്ട് ഓഫ് ഫ്രെയിമിങ്. നമുക്ക് ഒരു ബിസിനസ് പ്രോബ്ലത്തെ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ അതൊരു ഡാറ്റ സയൻസ് പ്രോബ്ലം ആക്കി മാറ്റും, അങ്ങനെയാണ് നോക്കണേ. അതായത് ഇപ്പോ ഇവിടുത്തെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോ, നമ്മളിപ്പോ ഒരു ചേൺ പ്രൊഡിക്ഷൻ മോഡൽ ഉണ്ടാക്കുകയാണ്. ചേൺ പ്രൊഡിക്ഷൻ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മള് ഇപ്പോ റാപ്പിഡോടെ കേസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഊബറിന്റെ കേസ് എടുക്കുകയാണ്. ഊബറിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ കണ്ടുപോണ ഒരു പ്രോബ്ലം എന്താന്ന്, അതായത് നമ്മൾ അതിനകത്തുള്ള റൈഡേഴ്സ്, അതായത് അതിനകത്ത് ഇപ്പൊ ഓട്ടോ റൈഡേഴ്സ് ആവാം, ഡ്രൈവേഴ്സ് ആവാം, അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്നവരാവാം, അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവരാവാം, ഇവരെല്ലാവരും നിർത്തിപ്പോണം. അപ്പൊ ഊബർ കമ്പനി എന്ത് ചെയ്തു? ഊബർ കമ്പനി ന്യൂ ലേണിംഗ് കുറച്ച് ഡാറ്റ സയന്റിസ്റ്റുമാർ അല്ലെങ്കിൽ ഡാറ്റ സയൻസ് ഐജിയിലുള്ളവരെ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഊബർ നമുക്കൊരു ടാസ്ക് തന്നേക്കാണ്, എന്തുകൊണ്ടാണ് അവരുടെ കമ്പനിയിൽ നിന്ന് ഈ ഡ്രൈവേഴ്സ് എല്ലാവരും പിരിഞ്ഞു പോണേ. അപ്പൊ അങ്ങനെ തന്നെ സമയത്ത് നമുക്ക് എന്താ, അതായത് പെട്ടെന്ന് എന്തുകൊണ്ട് പിരിഞ്ഞു പോകണമെന്ന് നമ്മളോട് ചോദിച്ച് നമ്മൾ എന്ത് പറയും? അങ്ങനെ പ്രോബ്ലം തരാണ്ട് നമ്മളിപ്പോ കുറച്ചുകൂടെ പ്രോബ്ലത്തെ റീഫ്രെയിം ചെയ്യാണ്. അതായത് നമ്മളിപ്പോ അവര് തരാണ്, നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഓരോ ഡ്രൈവേഴ്സിനും ഇന്ന പ്രൈസിങ് ആണ്. അതായത് ഓരോ കിലോമീറ്റർ റൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത്ര പൈസ കിട്ടും, അവർക്ക് എക്സ്ട്രാ, അതായത് രാത്രി അവർ ഓടാണെങ്കിൽ അവർക്ക് ഇച്ചിരി കൂടെ എക്സ്ട്രാ കാശ് കിട്ടും, മഴയത്ത് ഓടാണെങ്കിൽ ഇച്ചിരി കൂടെ എക്സ്ട്രാ കാശ് കിട്ടും. അപ്പൊ ആ കിട്ടുന്ന കാശിന്റെ അളവ് കുറവാണോ? അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു ബിസിനസ് പ്രോബ്ലം എന്തായിരുന്നു? എന്തുകൊണ്ട് അവരുടെ സിസ്റ്റത്തിൽ നിന്ന്, ഊബറിന്റെ സിസ്റ്റത്തിൽ നിന്ന് ഡ്രൈവർമാര് നിർത്തിപ്പോണു? നമ്മൾ അതെങ്ങനെ ഡാറ്റ സയൻസ് പ്രോബ്ലത്തെ ആക്കണേ? നമ്മള് ആ നിർത്തിപ്പോയ ഡ്രൈവർമാര് ഉള്ള ഡ്രൈവർമാരുടെ ഡാറ്റ എടുക്കുകയാണ്. ഡാറ്റ എടുത്തിട്ട് അവർക്ക് എത്ര, അതായത് ഓടുന്ന കിലോമീറ്ററിന് എത്ര ഡാറ്റ കിട്ടും, എത്ര റേറ്റ് കിട്ടും, അല്ലെങ്കിൽ രാത്രി ഓടിയ എത്ര കിട്ടും, അല്ലെങ്കിൽ മഴയത്തോടിയ, അങ്ങനെ ഉച്ചയ്ക്ക് ഓടിയ, അപ്പൊ അങ്ങനെ പല പല റേറ്റ്, അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, അവർ കൊടുക്കണ ഫീഡ്ബാക്ക്, അങ്ങനെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമുക്ക് പറയാം എന്തുകൊണ്ട് ഡ്രൈവർമാര് പിരിഞ്ഞു പോകണം. അപ്പൊ ആ കിട്ടിയ ഒരു ബിസിനസ് പ്രോബ്ലത്തെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ അതിനൊരു ഡാറ്റ സയൻസ് പ്രോബ്ലം ആക്കി. എന്നിട്ട് നമ്മൾ ഔട്ട്കം പറയാണ്, നിങ്ങൾ കൊടുക്കണ ഓരോ ഡ്രൈവറിന് കൊടുക്കുന്ന കാശ് ഭയങ്കര കുറവാണ്, അതുകൊണ്ടാണ് ഡ്രൈവർമാർ നിർത്തിപ്പോണേ. അപ്പൊ അല്ലെങ്കിൽ പറയാം, ഇപ്പോ റാപ്പിഡോടെ കേസ് എടുക്കുകയാണെങ്കിൽ ഊബറുകാർ കൂടുതൽ കാശ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ ഡ്രൈവർമാര് നിർത്തിപ്പോണേ. അപ്പൊ അങ്ങനെയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതാണ് ഡാറ്റ സയൻസിന്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുകയാണെങ്കിൽ. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ബിസിനസ് പ്രോബ്ലം കിട്ടും. നമുക്ക് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്വിഗ്ഗി ഡെലിവറി ടൈം പ്രെഡിക്റ്റ് ചെയ്യാൻ പറയാണ്. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു ബിസിനസ് പ്രോബ്ലം. അപ്പൊ ആ ഒരു ഓക്കെ, അല്ലെങ്കിൽ എവിടെ ചോദിക്കാം, നമുക്കിപ്പോ സ്വിഗ്ഗി ഇത് പറയാണ്, നമ്മുടെ ഇപ്പൊ മ്യൂലേണിലേക്ക് വന്നു. എന്നിട്ട് മ്യൂലേണി വന്ന് ഡാറ്റ സയൻസ് ഐജി അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് ചെയ്യാണ്, എനിക്ക് ഒരു മോഡല് അല്ലെങ്കിൽ എനിക്കൊരു കാര്യം, എൻ്റെ ഒരു ബിസിനസ് പ്രോബ്ലം എന്താന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു ഡ്രൈവർ ഒരു പിക്കപ്പ് എടുക്കുകയാണെങ്കിൽ അതെന്തോരം സമയത്തിനുള്ളിൽ അവിടെ എത്തും എന്ന് എനിക്കറിയണം. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യും? അതായത് ഇതിനകത്ത് ആരെങ്കിലും, അതായത് ഒരു ഡാറ്റ സയൻസ് എന്നൊരു നമ്മുടെ ഇന്നത്തെ ബൂട്ട് ക്യാമ്പിന്റെ ഒരു ഔട്ട്കം എന്താന്ന് പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കാണുകയാണെങ്കിൽ, നമ്മളൊരു ബിസിനസ് പ്രോബ്ലത്തെ കാണുകയാണെങ്കിൽ, നമ്മളൊരു ഡാറ്റ സയന്റിസ്റ്റ് എന്ന രീതിയിൽ ചിന്തിക്കുകയാണ് അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം തരാണ്, അതായത് എന്തുകൊണ്ട് സ്വിഗ്ഗിയിനകത്ത് ഒരു ഓർഡർ എടുക്കുകയാണെങ്കിൽ എപ്പോൾ എത്തും, അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ആ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യും? ആരെങ്കിലും പറയണ്ടോ? ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യും. അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നേരത്തെ പറയുകയാണെങ്കിൽ ഞാൻ ക്ലാസ് പോലെ എടുത്ത ഇടയ്ക്ക് ഫീഡ്ബാക്ക് കിട്ടി, അത് അടിപൊളി. അതിനേക്കാളും നമുക്കിപ്പോ ജസ്റ്റ് ഇപ്പൊ ഓരോ സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഓക്കെ, അതൊരു കാര്യം. നമ്മളിപ്പോ കിട്ടിയ ബിസിനസ് പ്രോബ്ലത്തെ നമ്മൾ ഡാറ്റ സയൻസ് പ്രോബ്ലത്തേക്ക് മാറ്റാണ്. ഓക്കെ, നമ്മൾ ട്രാഫിക്കിന്റെ ഡാറ്റ എടുത്തു, ഡിസ്പ്ലേസ്മെന്റ് ദൂരം എടുത്തു, റിയൽ ടൈം ട്രാഫിക് എടുത്തു, പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റ എടുത്തു. ഈ പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റ എടുക്കുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ യെസ്, അതന്നെ നമ്മൾ ഫുഡും എടുക്കുന്ന സമയവും, പിന്നെ അതേപോലെ തന്നെ രാത്രിയാണെങ്കിൽ നമുക്ക് പറയാം ട്രാഫിക് കുറവായിരിക്കും, രാവിലെ ആണെങ്കിൽ അതിനനുസരിച്ച് ട്രാഫിക് ഉണ്ടാവും. ഇപ്പോ ട്രിവാൻഡ്രം എന്നൊരു സിറ്റി എടുക്കുകയാണെങ്കിൽ, ട്രിവാൻഡ്രത്തിന് രാത്രി ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ രാവിലെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ രണ്ട് ട്രാഫിക്കാണ്. രാവിലെ ഒരു അരമണിക്കൂർ എടുക്കുന്നത് വേണമെങ്കിൽ രാത്രി 10 മിനിറ്റ് കൊണ്ട് കിട്ടും. അപ്പൊ ട്രാഫിക് നമ്മൾ നോക്കും. പിന്നെ ഓർഡർ ചെയ്യുന്ന ഫുഡ്, അതായത് ഇപ്പോ രാത്രി ഞാൻ രാത്രി ഞാൻ പൊറോട്ട ഓർഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് രാവിലെ ഓർഡർ ചെയ്താൽ അപ്പൊ തന്നെ ചൂടോടെ കിട്ടും. രാത്രിയാണെങ്കിൽ അതിനനുസരിച്ച് വൈകി,
പിന്നെ കടയിൽ നിന്ന് എടുത്ത് തന്ന്, അപ്പൊ അത് വൈകും. പിന്നെ അപ്പൊ ഡിസ്റ്റൻസ്, ഫുഡിങ്, കുക്കിംഗ്, പാക്കിംഗ് ടൈം, ട്രാഫിക്. യെസ്, ഇതന്നെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇപ്പൊ എല്ലാരും പറഞ്ഞ ഫീഡ്ബാക്ക് അതന്നെ. നമ്മൾ ആളുടെ ഓർഡർ ഹിസ്റ്ററി എടുക്കണം, ആ ഡ്രൈവറുടെ ഓർഡർ ഹിസ്റ്ററി എടുക്കണം, നമ്മൾ ആ റെസ്റ്റോറന്റിന്റെ ഡാറ്റ എടുക്കണം. അതായത് ഇന്ന റെസ്റ്റോറന്റിനകത്ത് ഉള്ള ഫുഡ് ഇന്ന റെസ്റ്റോറന്റിൽ നിന്ന് ദൂരം നോക്കും. പിന്നെ ട്രാഫിക് കാര്യങ്ങള്, പിന്നെ പാർട്ട്ണറിന്റെ ഇൻഫോർമേഷൻ. അതായത് നമ്മളിപ്പോ ഫുഡ് കൊണ്ടുവന്ന ആള് എന്തോരം സമയം കൊണ്ടാണോ കഴിഞ്ഞ ഫുഡ് കൊണ്ടുവന്നെ, അല്ലെങ്കിൽ ആളെ ഇടയ്ക്ക് വെച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് പയ്യെ ഫുഡ് കൊണ്ടുവന്ന അത് വീണ്ടും ഡെലിവറി ടൈമിനെ ബാധിക്കുമല്ലോ. അപ്പൊ കിട്ടിയ ഡാറ്റേനെ നമ്മൾ ഡെലിവറി കിട്ടി. ഇത് സെക്കൻഡ് ലൈഫ് സൈക്കിളിനകത്ത് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് പറഞ്ഞു ആരാ പറഞ്ഞേ ഫസ്റ്റ് പറഞ്ഞു രാമൻ കന്ത് വി പ്രഭു. എനിക്ക് ഫുൾ നെയിം പറയാൻ പറ്റില്ല. അപ്പൊ ആള് പറഞ്ഞു നമുക്ക് ട്രാഫിക് ഡാറ്റ കളക്ട് ചെയ്യണമെന്ന്. ഞാനിപ്പോ പറയുകയാണെങ്കിൽ നമ്മൾ സ്വിഗ്ഗി പുതിയൊരു സ്ഥലത്ത് വന്നേക്കാണ്. അതാ പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം സിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയുടെ ഏറ്റവും അറ്റത്ത് പുതിയതായിട്ട് സ്വിഗ്ഗി വന്നു. അപ്പൊ പുതിയതായിട്ട് സ്വിഗ്ഗി വന്ന സമയത്ത് അവിടെയുള്ള ഒരു പോരായ്മ എന്താ, അതായത് നമുക്ക് അവിടുത്തെ ട്രാഫിക് ഇൻഫോർമേഷൻ ഇല്ല, നമുക്ക് അവിടെയുള്ള കടകളുടെ ഇൻഫോർമേഷൻ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കുറെ മിസ്സിംഗ് ഡാറ്റ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മിസ്സിംഗ് ഡാറ്റ വെച്ച് നമ്മളൊരു ഡാറ്റ സയൻസ് പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ മിസ്സിംഗ് ഡാറ്റയിനകത്ത് നോയ്സ് എന്ന് പറയും. അപ്പൊ നോയ്സ് കയറി വരുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ നോയ്സ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ 10 മിനിറ്റ് ഉള്ള ഡെലിവറിയുടെ സമയത്ത് ഇപ്പോ ട്രാഫിക് നമുക്ക് അവിടെ ഇല്ല, ട്രാഫിക്കിന്റെ കോളം എം ടി ആണ്. അപ്പൊ ചിലപ്പോൾ മോഡൽ ചിന്തിക്കും ട്രാഫിക്കിന്റെ എം ടി ആണ സമയത്ത് അപ്പോൾ ട്രാഫിക് അവിടെ കുറവായിരിക്കും എന്നുള്ള രീതിക്ക് മോഡൽ ചിന്തിക്കും. പക്ഷെ ഇപ്പൊ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ ട്രാഫിക് ശരിക്കും കൂടുതലാണ്. നമ്മൾ മോഡൽ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിന്തിച്ചു ട്രാഫിക് അവിടെ കുറവായിരിക്കും എന്നുള്ള രീതിക്ക് മോഡൽ പറയാം ഫുഡ് എന്തായാലും 10 മിനിറ്റ് കൊണ്ട് എത്തും എന്ന് പറഞ്ഞു. പക്ഷെ ഫുഡ് അരമണിക്കൂർ കൊണ്ട് വരുന്ന സമയത്ത് അപ്പൊ സ്വിഗ്ഗിക്കാർക്ക് എന്താ കുഴപ്പം, അവര് പറഞ്ഞ 10 മിനിറ്റ് അല്ല എക്സ്ട്രാ 20 മിനിറ്റ്സ് എടുത്തു. അപ്പൊ ആപ്പിന് ഒരു ബാഡ് റിവ്യൂ ആയി. പിന്നെ കസ്റ്റമർ വേറെ ഡെലിവറി ആപ്പിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇങ്ങനെ വന്നേക്കണ ഡാറ്റേനെ, അതായത് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഡാറ്റ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ട് ഡാറ്റ, അങ്ങനെ വന്ന ഡാറ്റേനെ നമ്മൾ ക്ലീൻ ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പ്ലോർ ഡാറ്റ. നമുക്ക് കിട്ടിയിരിക്കണ ഡാറ്റേനെ എക്സ്പ്ലോർ ചെയ്യും. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ആരോ ചാറ്റിനകത്ത് ഇട്ടു നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡിന്റെ കോമ്പോന്ന്. അപ്പൊ നമ്മള് ഫുഡ് ഓർഡർ ചെയ്തു. അപ്പൊ അതായത് നമ്മുടെ മോഡൽ എന്താ നോക്കണേ, അതായത് ഇപ്പൊ ഞാൻ എന്താ പറയുക ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്യണതിന്റെ അടുത്ത് ഒരു 10 ബിരിയാണി ഷോപ്പ് ഉണ്ട്. അപ്പൊ ഏറ്റവും അടുത്തുള്ള ബിരിയാണി ഷോപ്പ് എടുക്കും. അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമ്മളിപ്പോ ഒരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ബിരിയാണി കൊടുത്തു, അത് എത്ര സമയം കൊണ്ടാണ് ആ റെസ്റ്റോറന്റ് ഫിനിഷ് ചെയ്യണം, അതായത് ഉണ്ടാക്കി കഴിയണേ ആ സമയം നോക്കും. പിന്നെ പീക്ക് ട്രാഫിക് അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത ഡാറ്റേനെ നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യും. എന്നിട്ട് ആ കിട്ടിയ ഡാറ്റേനെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഫീച്ചർ എഞ്ചിനീയറിങ്. നമുക്കിപ്പോ എന്താ പറയാ, നമുക്കിപ്പോ പല റെസ്റ്റോറന്റുകളുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ റെസ്റ്റോറന്റ് എ എന്ന് എടുക്കുക, റെസ്റ്റോറന്റ് ബി എടുക്കുക. റെസ്റ്റോറന്റ് എ എന്ന് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബിരിയാണി അല്ലെങ്കിൽ ജസ്റ്റ് നാടൻ കാര്യങ്ങൾ, അതായത് പൊറോട്ട, അങ്ങനെ കുറച്ച് കോമൺ ഫുഡ് ഉണ്ടാക്കി. ആ സമയത്ത് ബി എന്നുള്ളതാണെങ്കിൽ ചൈനീസ് റിലേറ്റഡ് ഫുഡുകൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത സമയത്ത് റെസ്റ്റോറന്റിനകത്ത് ഇന്ന ഫുഡ് ഉണ്ടാക്കുന്നു മാത്രമേ പറയണുള്ളൂ. നമ്മൾ അതിനെ ഫീച്ചർ എഞ്ചിനീയറിങ് ചെയ്യുക, അതായത് നമ്മൾ കുറച്ചുകൂടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക. ആ ഒരു സ്റ്റെപ്പിനെയാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും സ്വിഗ്ഗി യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ജാപ്പനീസ് അല്ലെങ്കിൽ മെക്സിക്കൻ അങ്ങനെ പറഞ്ഞ് ഓരോ എക്സ്ട്രാ കാര്യങ്ങൾ വന്നില്ലേ, അത് ഫീച്ചർ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ്. നമുക്ക് കിട്ടിയിരിക്കണ ഒരു റെസ്റ്റോറന്റിലെ ഒരു മെനു അത് അനലൈസ് ചെയ്തിട്ട് ഇപ്പോ അതിനകത്ത് ചൈനീസ് ഡിഷസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ പറയും ഇന്ന റെസ്റ്റോറന്റ് ടൈപ്പ് ആണ്. അപ്പോ അങ്ങനെ ഒരു എക്സ്ട്രാ ഫീച്ചർ നമ്മൾ ആഡ് ചെയ്തു, അതിനാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ നേരത്തെ കുറെ ഇപ്പോ പല ടൈപ്സ് ഓഫ് ഇത് പറഞ്ഞിരുന്നല്ലോ, അതായത് ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ക്ലസ്റ്ററിങ്. അപ്പോ നമ്മളിപ്പോ സ്വിഗ്ഗിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും, ഏത് ടൈപ്പ് പ്രഡിക്ഷൻ ആയിരിക്കും? ആർക്കെങ്കിലും ജസ്റ്റ്
നമ്മളിപ്പോ അവിടെ ഒരു ടൈമാണ് തന്നെ, അത് എന്ത് ടൈപ്പ് പ്രൊഡിക്ഷൻ ആയിരിക്കും? ജസ്റ്റ് എന്തെങ്കിലും ഇട്ടോ, തെറ്റ് വരാണെങ്കിൽ തെറ്റ് വരട്ടെ, അതൊന്നും വിഷയമൊന്നുമില്ല. സ്വിഗിനകത്ത് നമ്മള് റിഗ്രഷൻ, അതന്നെ കറക്റ്റ്. റിഗ്രഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാല്യൂ ആയിരിക്കും എപ്പോഴും വേണ്ടത്. നമ്മളിപ്പോ സ്വിഗ്ഗിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തോരം സമയത്തിനുള്ളിൽ ഫുഡ് കിട്ടും, അതാണ് നമ്മുടെ ഇവിടുത്തെ ടൈം. അപ്പൊ അതിനെ മെഷീൻ ലേണിംഗ് മോഡൽ, അപ്പൊ നമ്മളൊരു റിഗ്രഷൻ മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ പ്രിഡിക്റ്റ് ചെയ്യും. നമ്മൾ അടുത്ത സ്റ്റെപ്പ്, നമ്മളിപ്പോ 6 സ്റ്റെപ്പ് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് മേടിക്കും, സെക്കൻഡ് ഡാറ്റ കളക്ട് ചെയ്യും, തേർഡ് കിട്ടിയ ഡാറ്റേനെ നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും, പിന്നെ കിട്ടിയ ഡാറ്റയെ നമ്മൾ ക്ലീൻ ചെയ്ത ഡാറ്റയെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും, അതിന്റെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഫിഫ്ത്ത്, നമ്മൾ കിട്ടിയ ഡാറ്റയിനകത്ത് കുറച്ചുകൂടെ എന്തായിട്ട് പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെ ആഡ് ചെയ്യാം, ആ ആഡ് ചെയ്ത ഫീച്ചേഴ്സ് കൊണ്ട് നമുക്ക് പുതിയൊരു മെഷീൻ ലേണിംഗ് മോഡലിനെ നമ്മൾ ട്രെയിൻ ചെയ്യും. നമുക്ക് ട്രെയിൻ ചെയ്ത മോഡലിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതായത് പുതിയൊരു മോഡൽ ഉണ്ടാക്കി, അതായത് വീണ്ടും സ്വിഗ്ഗിയുടെ കേസ് എടുക്കാം, ഒരു 10 മിനിറ്റിനുള്ളിൽ ഓർഡർ വരും, അല്ലെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ ഓർഡർ വരും. പക്ഷെ അങ്ങനെ അതായത് ആ ചെയ്ത ഓർഡർ 10 മിനിറ്റിന്റെ ഉള്ളിൽ എത്തിയോ, അല്ലെങ്കിൽ 30 മിനിറ്റിന്റെ ഉള്ളിൽ എത്തിയോ, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ മോഡലിനെ റീട്രെയിൻ ചെയ്യും. അല്ലെങ്കിൽ ആ മോഡലിന്റെ ആക്യുറസി, അതിനെ നമ്മൾ കുറച്ച് മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആക്യുറസി യൂസ് ചെയ്യും, അതായത് ചെയ്ത പ്രഡിക്ഷൻ കറക്റ്റ് ആണോ നോക്കും, അല്ലെങ്കിൽ തെറ്റാണോ നോക്കും. അങ്ങനെയുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്, ഇവാലുവേഷൻ. അത് കഴിഞ്ഞിട്ട് ഡിപ്ലോയ്മെന്റ്. നമുക്ക് ലോക്കലായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ നമ്മൾ കുറെ ട്രോള് കാണാറുണ്ടല്ലോ, അതായത് വൈപ്പ് കോഡ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എന്റെ ലോക്കൽ മെഷീനിനകത്ത് വർക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ലോക്കൽ പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മോഡലിന്റെ കേസിനകത്താണെങ്കിൽ നമ്മൾ എന്തായാലും ലോക്കലി അല്ലെങ്കിൽ ഒരു സെർവറിനകത്തായിരിക്കും റൺ ചെയ്യണേ, അത് പബ്ലിക്കലി നമ്മൾ ഓപ്പൺ ആക്കണം. അതിനടുത്ത സ്റ്റെപ്പ് ഡിപ്ലോയ്മെന്റ്. ഈ ഒരു 8 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഡാറ്റ സയൻസ്, ഒരു ബിസിനസ് പ്രോബ്ലത്തെ നമ്മളൊരു ഡാറ്റ സയൻസ് പ്രോബ്ലം ആക്കി യൂസേഴ്സിലേക്ക് എത്തിക്കണം. അപ്പോ ഇനി നമുക്ക് ഇത്ര നേരം എന്തായാലും തിയറി ഒക്കെ കേട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായി. ഇനി നമുക്ക് അടുത്തതായിട്ട് ജസ്റ്റ് ഒരു ഡാറ്റ സെറ്റ് കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു 8 ലൈഫ് സൈക്കിൾ സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതെങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഞാൻ നോക്കണേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഡാറ്റ സെറ്റ് യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ, പ്ലേ സ്റ്റോറിലെ ആപ്സ് ഉണ്ടല്ലോ, നമ്മളെല്ലാവരും പ്ലേ സ്റ്റോർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്തെ ആപ്സിന്റെ അതായത് കുറെ ആപ്സ് ഉണ്ട്, അതിനകത്ത് ഓരോ ആപ്പിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് തരും, എന്നിട്ട് നമുക്കൊരു കാര്യം പ്രൊഡിക്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോ ഇനി നിങ്ങൾ കാഗിൾ യൂസ് ചെയ്തിട്ടുള്ളവരാണോ ഇതിനകത്തുള്ളവര്? ഓക്കെ, വൺ ടൈം. ഓക്കെ, കാഗിൾ എന്താന്ന് യൂസ് ചെയ്യാത്തവർക്ക് പറയുകയാണെങ്കിൽ, നമ്മള് ഗിറ്റ്ഹബ് പറയാറ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ബേസ് നമ്മൾ ഇൻസ്റ്റഗ്രാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്, റീലിടും, നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. അതേപോലെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കാഗിള്. കാഗിളിനകത്ത് നമ്മളിപ്പോ ഒരു മെഷീൻ ലേണിംഗിനകത്ത് നമ്മളൊരു ഡാറ്റ സയൻസ് പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഡാറ്റ. ഈ ഡാറ്റ, പല ടൈപ്പ് ഓഫ് ഡാറ്റ സെറ്റുകൾ നമുക്ക് കാഗിളിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഈ സെഷൻ കഴിയുമ്പോൾ കാഗിളിനകത്ത് പോയി ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പോകുമ്പോൾ നമുക്ക് കാഗിളിനകത്ത് തന്നെ ഡാറ്റ സയൻസ് റിലേറ്റഡ്, AI റിലേറ്റഡ് ആയിട്ട്, ML റിലേറ്റഡ് ആയിട്ട് കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പല പല ബെഞ്ച് മാർക്കിങ്, അങ്ങനെ കുറെ കാര്യങ്ങളുള്ളതാണ് കാഗിള്. ഇനി അപ്പൊ കാഗിളിനകത്തുള്ള ഒരു ഡാറ്റ സെറ്റ് ആണ് എടുക്കണേ, ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെഷൻ കഴിയുമ്പോൾ പ്രോബബ്ലി നാളെയും കൊണ്ട് നിങ്ങൾക്ക് ടാസ്ക് റിലീസ് ആവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാഗിളിനകത്ത് അക്കൗണ്ട് വേണം നിങ്ങൾക്ക്, എന്നാലാണ് ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോർ CSV ഫയൽ ഡൗൺലോഡ് ആക്കാണ്. ഓക്കെ, ഇപ്പോൾ ഡാറ്റ സെറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇനി ആ ഡാറ്റ സെറ്റിനകത്ത് നമുക്ക് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കിട്ടി. നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് ഒരു ആപ്പ് ഉണ്ട്, ഇപ്പൊ ഒരു ABC എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അപ്പൊ അതിന് ഇത്ര യൂസേഴ്സ് ഉണ്ട്, ഇത്ര റിവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ഡൗൺലോഡ്സ് ഉണ്ട്. ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് അതിന്റെ റേറ്റിംഗ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാണ് നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തന്നെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടി. രണ്ടാമത്തെ സൈക്കിൾ എന്തായിരുന്നു? ഓക്കെ, നമുക്ക് ബിസിനസ് പ്രോബ്ലം കിട്ടി, നമ്മൾ റേറ്റിംഗ് കണ്ടുപിടിക്കാം.
രണ്ടാമത്തെ നമ്മൾ കളക്ട് ഡാറ്റ. നമ്മളിപ്പോ കാഗിളിനകത്ത് പോയി നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ സെറ്റ് കളക്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ എന്ന് പറയുകയാണെങ്കിൽ ക്ലീൻ ഡാറ്റ, എക്സ്പ്ലോർ ഡാറ്റ. ഈ സ്റ്റെപ്പാണ് ഇനി നമ്മൾ നോക്കണേ. അപ്പോ എല്ലാവരും ഇതിനകത്ത് കൊളാബ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. കൊളാബ് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൊളാബിനകത്ത് ആണ് മെയിൻ ആയിട്ട് റൺ ചെയ്യാറ്. കൊളാബ് റൺ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ടോക്കൺസ് അല്ലെങ്കിൽ കുറച്ച് നമുക്ക് എക്സ്ട്രാ കമ്പ്യൂട്ടേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഡാറ്റ സെറ്റ് ആദ്യം എടുക്കുകയാണ്. അത് എക്സ്ട്രാക്ട് ആയിട്ട് ഓക്കെ. അപ്പോൾ കാഗിളിനകത്ത് എല്ലാവരും പോണ സമയത്ത് ജസ്റ്റ് നിങ്ങളിപ്പോ പുതിയതായിട്ട് കാഗിളല്ല ഗൂഗിൾ കൊളാബ് തുറക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും തന്നെ. അപ്പൊ ഇന്റർഫേസ് ആവുന്ന സമയത്ത് നിങ്ങൾ ന്യൂ നോട്ട്ബുക്ക് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് ഓപ്പൺ ആവും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഡാറ്റ സെറ്റ് നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഇവിടെ പോവാ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഡാറ്റ സെറ്റ് എടുക്കുക. എല്ലാവർക്കും ഇതൊരു ഓക്കെ അല്ലേ? ഞാനിപ്പോ തിയറി പറഞ്ഞ് ബോറടിപ്പിച്ചെങ്കിൽ സോറി, ജസ്റ്റ് ഫൗണ്ടേഷൻ പറഞ്ഞാണ്. ഓക്കെ, നമ്മുടെ ഡാറ്റ സെറ്റ് ഇതിനകത്ത് ഇനി അപ്ലോഡായി. ജസ്റ്റ് അതിന്റെ പാത്ത് കോപ്പി ചെയ്യാം. നമുക്ക് കുറച്ച് ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. നമ്മളിപ്പോ പൈത്തൺ പറഞ്ഞ പോലെ പൈത്തൺ, C++, അങ്ങനെ ഒത്തിരി ലാംഗ്വേജസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മളിവിടെ യൂസ് ആക്കുന്നത് മെയിൻ ആയിട്ട് പൈത്തൺ ആണ്. പൈത്തനകത്ത് ഉള്ള ഒരു ലൈബ്രറിയാണ് പാണ്ടാസ് എന്ന് പറഞ്ഞിട്ട്. പാണ്ടാസ് നമ്മൾ മെയിൻ ആയിട്ട് ഡാറ്റ സയൻസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ലൈബ്രറീസ് ഉണ്ട്. പാണ്ടാസ് യൂസ് ചെയ്യും, നംപൈ യൂസ് ചെയ്യും. നമ്മൾ പാണ്ടാസ് യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു CSV ഫയൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അത് ബാക്കിയുള്ള സെഷനകത്ത് പറയും. അത് ഡാറ്റ ഫ്രെയിം ആക്കും. നമ്മൾ കിട്ടിയ ഡാറ്റ ഫ്രെയിമിനെയാണ് മോഡൽ ട്രെയിൻ ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളപ്പോൾ അതിനാണ് പാണ്ടാസ് യൂസ് ചെയ്യണത്. നംപൈ യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ പേര് പോലെ തന്നെ നമുക്ക് മാത്സ്, കമ്പ്യൂട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ നംപൈ യൂസ് ചെയ്യണത്. പിന്നെ മാറ്റ്പ്ലോട്ലിബ് ഉണ്ട്, സീബോൺ ഉണ്ട്. അങ്ങനെ പറയുന്ന ലൈബ്രറീസ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്യുമല്ലോ. നമ്മൾ ബാർ ഗ്രാഫ്, പിന്നെ പൈ ചാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലോട്ട് ചെയ്യാനാണ് മാറ്റ്പ്ലോട്ലിബ് യൂസ് ചെയ്യണത്. നമ്മളിവിടെ ജസ്റ്റ് നമുക്ക് കിട്ടിയ ഡാറ്റ സെറ്റിന്റെ കാര്യങ്ങൾ നോക്കാനാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് പാണ്ടാസ് മാത്രം ഇമ്പോർട്ട് ചെയ്യണുള്ളൂ. ഇമ്പോർട്ട് പാണ്ടാസ് റീഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇനിയിപ്പോ പാണ്ടാസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഈ നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത ഡാറ്റ സെറ്റ് നമുക്ക് തുറക്കണം. അപ്പൊ നമ്മൾ ഡാറ്റ ഈക്വൽ ടു pd.read CSV, എന്നിട്ട് നമ്മൾ ആ ഡാറ്റ സെറ്റിന്റെ പാത്ത് തുറക്കണം. നമ്മൾ ഡാറ്റ ലോഡ് ചെയ്തു. ഇനി നമുക്ക് ആ കിട്ടിയ ഡാറ്റേനൊന്നും നോക്കണ്ടേ. അപ്പൊ നമ്മൾ ഹെഡ് അടിക്കുകയാണെങ്കിൽ എന്താ വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇപ്പോ ഹെഡ് ഞാനിവിടെ 10 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ സെറ്റിലെ ആദ്യ 10 റോ അതാണ് തന്നെ. അതായത് ഇപ്പോ ആദ്യത്തെ ഫസ്റ്റത്തെ ഇതെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ആപ്പ് ഇതാണ്. അതായത് ഫോട്ടോ എഡിറ്റർ ആൻഡ് ക്യാൻഡി ക്യാമറ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാറ്റഗറി ഏതാണ്, അതിന്റെ റേറ്റിംഗ്, അതിന്റെ റിവ്യൂ, അതിന്റെ സൈസ്, ഇൻസ്റ്റാൾ, ടൈപ്പ് അങ്ങനെയുള്ളതാണ് നമ്മുടെ ഈ ഡാറ്റ സെറ്റ്. ഇനി നമുക്ക് ഫസ്റ്റ് നമുക്കിപ്പോ ഡാറ്റ സെറ്റിന്റെ ഒരു ഐഡിയ കിട്ടി. ഇനി നമ്മൾ നമുക്കിപ്പോ നോക്കണം. ഞാൻ PPT തന്നെ എടുക്കാം. ഇനി നമുക്ക് ഡാറ്റ കിട്ടി. നമുക്ക് ഇതിനകത്ത് നോക്കണ്ടേന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് നൾ വാല്യൂ ഉണ്ടോ, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടോന്ന്. ഇൻകൺസിസ്റ്റൻസി എന്താന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഓരോ ഡാറ്റ സെറ്റിനകത്തും ഇപ്പോ ഈ കേസ് തന്നെ എടുക്കുകയാണ്. ഇതിനകത്ത് ആപ്പ് എടുക്കുന്ന സമയത്ത് എന്താ, ആപ്പ് ജസ്റ്റ് ഓരോ പേരുകളല്ല. അതായത് ഈ ആപ്പിന്റെ പേര് ഫസ്റ്റത്തെ ആപ്പ് കളറിംഗ് ബുക്ക് ആണ്.
ഇത് നമ്മളൊരു മോഡലിനകത്ത് ഫീഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും മോഡലിനകത്തേക്ക് നമ്മളൊരു ഡാറ്റ സെറ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഫുൾ ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ട് എന്നുള്ള രീതിക്ക് ആക്കണം. അതിനാണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അപ്പോ ഇതിന് ഓരോത്തിനും നമ്മൾ പറയുന്ന ഡാറ്റ ടൈപ്സ്. ഇപ്പൊ ആപ്പ് എന്ന് പറഞ്ഞ കോളത്തിന് ഒരു ഡാറ്റ ടൈപ്പ് ആണ്, റേറ്റിംഗ് എന്ന് പറഞ്ഞ കോളത്തിന് ഒരു ഡാറ്റ ടൈപ്പ് ആണ്, ഈ റിവ്യൂ എന്ന് പറഞ്ഞതിന് ഒരു ഡാറ്റ ടൈപ്പ് ആണ്. അപ്പൊ നമ്മൾ ഓരോന്നിന്റെ ഡാറ്റ ടൈപ്പ് ഈ നോക്കാണ്. ഡാറ്റ ഡോട്ട് ഇൻഫോ നമ്മൾ എടുക്കാണ്. അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞ ആപ്പിന്റെ ഡാറ്റ ടൈപ്പ് എന്താ? ഒബ്ജക്റ്റ്, അതായത് സ്ട്രിങ് പോലെ, അതിനാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി റേറ്റിംഗ് എടുക്കുന്ന സമയത്ത് റേറ്റിംഗിന്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ എടുക്കുമ്പോൾ പോയിന്റ് ആലോ, അപ്പോ അത് ഫ്ലോട്ട് ആണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് പോലെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്തു, അതായത് നമ്മൾ ഡാറ്റ സെറ്റ് കിട്ടി, നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കിട്ടി, നമ്മൾ അതിനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ സെറ്റ് കണ്ടുപിടിച്ചു. നമ്മൾ ആ ഡാറ്റ സെറ്റിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കി, നമ്മൾ ആ ഡാറ്റ സെറ്റിലെ ഓരോ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് അടുത്തത് നോക്കാൻ നമ്മൾ ഇതിനകത്ത് ഇനി നൾ വാല്യൂസ് ഉണ്ടോ എന്നാണ് നോക്കാൻ. നൾ വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കുന്നത് ജസ്റ്റ് നമ്മുടെ ഡാറ്റ സെറ്റ് ലോഡ് ചെയ്ത വേരിയബിള് നോക്കും. എന്നിട്ട് ഈസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതായത് ഈസ് നൾ ആണോ നോക്കും. എന്നിട്ട് ടോട്ടലിന്റെ സം എടുക്കും. ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന ഡാറ്റ സെറ്റിനകത്ത്. ആപ്പിനകത്തുനിന്ന് ഒറ്റ നൾ വാല്യൂസ് ഇല്ല. ആപ്പ് എന്ന് പറഞ്ഞ കോളത്തിനകത്ത്, കാറ്റഗറി എന്ന് പറഞ്ഞ കോളത്തിനകത്ത് ഒറ്റ നൾ വാല്യൂസ് ഇല്ല. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ കോളത്തിനകത്ത് എത്രയാ? 1474 നൾ വാല്യൂസ് ഉള്ള റോസ് ഉണ്ട്. അതേപോലെ തന്നെ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു മിസ്സിംഗ് വാല്യൂ ഉണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ എടുക്കുകയാണെങ്കിൽ അത് 3 മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ഡാറ്റ സെറ്റിനകത്ത് നമ്മൾ ടൈപ്പ് എന്താണെന്ന് നോക്കി, നമ്മൾ അതിനകത്തുള്ള വാല്യൂസ് നോക്കി, അതിനകത്ത് എന്തോരം മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെന്ന് നോക്കി. ഇനി നമ്മൾ അതിന്റെ നോക്കണേന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോ എന്താ പറയാ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഡാറ്റ സയൻസ് എന്ന് പറയുകയാണെങ്കിൽ അത് പ്രോഗ്രാമിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. നമ്മളിപ്പോ നമ്മള് പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ മാത്സ് നോക്കി, നമ്മൾ ആ കിട്ടിയ ഡാറ്റ സെറ്റിനകത്ത് എന്തോരം നൾ വാല്യൂസ് ഉണ്ട്, എന്തോരം മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെന്ന് നോക്കി. നമ്മൾ ഇനി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാണ്. അതായത് നമുക്ക് തന്ന ഇതിന്റെ ഡിസ്ക്രൈബ് എന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ കിട്ടും. അതായത് നമ്മളിപ്പോ ഫസ്റ്റത്തെ റേറ്റിംഗ് എന്ന് പറഞ്ഞ കോളത്തിന്റെ ഡിസ്ക്രൈബ് എടുക്കുകയാണ്. അതായത് ആ കോളത്തിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണ്. അതിനകത്ത് 9367 വാല്യൂസ് ഉണ്ട്. വേറെ ഇതുണ്ട് ഡാറ്റ ഡോട്ട്, അതായത് ഡാറ്റ ഡോട്ട് ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന CSV ഫയലിന്റെ ടോട്ടല് എന്തോരം റോ ഉണ്ടെന്ന്. അതിനകത്ത് 10,841 റോസ് ഉണ്ട്, 13 കോളംസ് ഉണ്ട്. നമ്മൾ പക്ഷെ ഇവിടെ ആ തന്നേക്കുന്ന ഫയലിനകത്ത് ഒരു കോളത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത സമയത്ത് നമ്മൾ കൗണ്ട് എന്ന് പറഞ്ഞു വന്നേക്കുന്നത് 9367 ആണ്. അപ്പൊ അതെന്താ അങ്ങനെ വന്നതെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്ന സമയത്ത് ശരിക്കും നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കുന്ന CSVനകത്ത് 10,000 വാല്യൂസ് ഉണ്ട്, പക്ഷെ 9,000 വന്നോളൂ. അതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറെ നൾ വാല്യൂസ് നമ്മൾ ഇവിടെ കണ്ടുല്ലോ. ആ എല്ലാ നൾ വാല്യൂസ് ഈ 10,000 കുറച്ചിട്ട് പല ഉള്ള നൾ വാല്യൂസ് എല്ലാം കുറച്ചിട്ടുള്ള റോസിന്റെ കൗണ്ടാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ മീൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ 4.1 ആണ് ഇതിന്റെ മീൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ഡാറ്റ സെറ്റിനകത്ത് എല്ലാ ആപ്പുകളുടെയും ഒരു ആവറേജ് എന്താണ്? ഒരു 4.1 ആണ് എല്ലാത്തിന്റെയും ആവറേജ്. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നമ്മളിതൊക്കെ ജസ്റ്റ് 10ാം ക്ലാസ് 11ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. മീന് അതായത് മൊത്തത്തിലുള്ള ഡാറ്റ സെറ്റില്ലാത്ത റേറ്റിംഗ് എന്ന് പറഞ്ഞ കോളത്തിന്റെ ഒരു ആവറേജ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ എടുക്കുന്ന ആപ്പുകളുടെ ഇപ്പൊ 4.1 ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ആപ്പിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കുന്ന സമയത്ത്, ഡീവിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തന്നേക്കണ മീനിന്ന് എന്തോരം ഡിഫറൻസ് ഉണ്ടെന്ന്. ഇപ്പോ നമുക്ക് മീൻ എടുത്തു, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു 5 ആപ്പ് കഴിയുമ്പോൾ ചിലപ്പോൾ അതിന്റെ റേറ്റിംഗ് 4.6 ആയിരിക്കുന്നത്. അപ്പൊ അത്ര ഡിഫറൻസ് ഉള്ളൂ ഓരോ ആപ്പുകളുടെയും തമ്മിലുള്ള റേറ്റിംഗിന് തമ്മിൽ. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. മിനിമം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തന്നേക്കണ റേറ്റിംഗ് എന്ന് പറഞ്ഞ കോളത്തിലെ ഏറ്റവും മിനിമം വാല്യൂ 1 ആണ്. 25% എന്ന് പറയുന്നത് ഒരു 25% 4 ആണ് റേറ്റിംഗ് 4.
പിന്നെ 50% വാല്യൂ 4.3, അങ്ങനെ പിന്നെ മാക്സിമം ഏറ്റവും റേറ്റിംഗ് പോയിക്കണേ 19 ആണ്. ഇവിടെ ഈ 19 കേട്ടോ, നമ്മൾ നേരത്തെ കുറച്ച് ഇറഗുലാരിറ്റീസ് പറഞ്ഞില്ലേ, അതായത് ഔട്ട്ലയർന്ന്, അതായത് ആ ഔട്ട്ലയർ എന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. അതായത് നമുക്ക് ഒരിക്കലും നമ്മൾ കൊടുത്തേക്കുന്ന റേറ്റിംഗ് 5ന് മേളിൽ പോകില്ലല്ലോ പ്ലേ സ്റ്റോറിനകത്ത്. അപ്പൊ നമുക്ക് തന്ന ഡാറ്റ സെറ്റിനകത്ത് ഒരു ഇറഗുലാരിറ്റി ആണ് ഇവിടെ നമ്മൾ ഔട്ട്ലയർ ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടി. നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ റേറ്റിംഗ് പ്രൊഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഔട്ട്ലയർ വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഡിക്ഷൻ അത്രയ്ക്ക് കൂടിപ്പോകും. അപ്പൊ നമ്മൾ ഈ ഔട്ട്ലയർ സോൾവ് ചെയ്യണം. പിന്നെ നമുക്ക് തന്നേക്കണ നൾ വാല്യൂസ് നമ്മൾ സോൾവ് ചെയ്യണം. നമുക്ക് തന്നേക്കണ ഈ സ്ട്രിങ് വന്ന വാല്യൂസ് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളൊരു നമുക്കിപ്പോ തന്ന ഡാറ്റ സെറ്റിന്റെ ഒരു ബേസിക് സ്റ്റഡി അതാണ് ഇപ്പൊ നമ്മൾ നടത്തിയത്. ഇപ്പോ നമ്മൾ ഈ ഇനി ഓരോ പ്രൊഡിക്ഷൻ, അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞ റേറ്റിംഗ്, നമ്മളിപ്പോ ഈ ആപ്പുകളുടെ എല്ലാത്തിന്റെ റേറ്റിംഗ് പ്രൊഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു റിഗ്രഷൻ കേസ് ആണ്. അതേപോലെ തന്നെ ഇപ്പോ കണ്ടന്റ് റേറ്റിംഗ് അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പുതിയതായിട്ടൊരു ഫീച്ചർ എഞ്ചിനീയറിംഗ് വഴി നമ്മളൊരു കോൾ ഉണ്ടാക്കുകയാണ്. നമുക്ക് ഇത്രയും റേറ്റിംഗ്, പ്രൈസ്, ടൈപ്പ്, ഇൻസ്റ്റാള്, സൈസ് ഒക്കെ ഉള്ള ഒരു ആപ്പ് ഒരാൾ ഇൻസ്റ്റാൾ ആക്കോ ഇല്ലയോ. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് പ്രോബ്ലം ആണ് നമുക്ക് തന്നെ. അതായത് നമ്മളിപ്പോ പുതിയതായിട്ട് എന്താ പറയാ, ഇപ്പൊ പുതിയതായിട്ടൊരു കമ്പനി ഒരു ആപ്പ് ഇറക്കി പ്ലേ സ്റ്റോറിനകത്ത്. അത് കഴിഞ്ഞിട്ട് ആ കമ്പനിക്കാർ നമ്മുടെ അടുത്ത് നിന്ന് പറയാണ് നിങ്ങളൊരു പഠനം നടത്തണം, ഡാറ്റ സയൻസിന്റെ ഐജിയിൽ വന്നിട്ട് പറയാണ് നിങ്ങളൊരു പഠനം നടത്തണം. അതായത് പ്രീവിയസ് ആയിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതായത് ഇപ്പൊ ആർട്ട് ആൻഡ് ഡിസൈനിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് അവർ ഇറക്കണേ. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിനു മുമ്പ് പ്ലേ സ്റ്റോറിനകത്തുള്ള ആപ്പുകൾ നോക്കിയിട്ട് ഞങ്ങളുടെ ഇറക്കണ ആപ്പ് ഡൗൺലോഡ് ചെയ്യോ ഇല്ലയോ. അപ്പൊ അത് നോക്കുന്ന സമയത്ത് അതൊരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ്. അല്ലാണ്ട് ഇപ്പോ ആ കമ്പനിക്കാർ നമ്മളോട് പറയാ ഇങ്ങനൊരു ആപ്പ് ഇന്ന കാറ്റഗറി ആണ്, അതായത് ആർട്ട് ആൻഡ് ഡിസൈൻ ആണ്, ഇത്ര സൈസ് ഉള്ളൂ, പിന്നെ അത് പുതിയ വേർഷൻ എപ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്തോരം റേറ്റിംഗ് കിട്ടും. അതൊരു അതൊരു റിഗ്രഷൻ പ്രോബ്ലം ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ പറയാണ് പ്ലേ സ്റ്റോർ വരാണ്, നമുക്ക് പ്ലേ സ്റ്റോറിനകത്ത് നമ്മളിപ്പോ എത്രയാ ഒരു സിമിലർ ആയിട്ടുള്ള ഗെയിമുകളെല്ലാം ഡൗൺലോഡ് ചെയ്തല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയതായിട്ട് പ്ലേ സ്റ്റോറിൽ കയറുന്ന സമയത്ത് നമുക്ക് വീണ്ടും അത് ആ ഡൗൺലോഡ് ചെയ്തത് ബേസ് ചെയ്ത് നമുക്ക് അതിന് സിമിലർ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് വരും. അത് നമ്മൾ ഈ ടാസ്ക് ബേസ്ഡ് റെക്കമെൻഡേഷൻ വരുന്നത് അത് അടുത്തൊരു പ്രോബ്ലം. അങ്ങനെ ഒത്തിരി നമുക്ക് ഈ ഒരു സിംഗിൾ ഡാറ്റ സെറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയതായിട്ട് നമുക്ക് ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്ത് പുതിയ കോളംസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് ഒത്തിരി പ്രൊഡിക്ഷൻസ് നടത്താം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് തന്നേക്കണ ഒരു ബിസിനസ് പ്രോബ്ലത്തെ നമ്മൾ ഡാറ്റ സെറ്റ് യൂസ് ചെയ്തു. പിന്നെ ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തേക്കണേ. നമ്മൾ ഇതിനെ ഒത്തിരി ഭയങ്കരമായിട്ട് കൺവേർട്ട് ചെയ്ത് ഇപ്പൊ നമുക്കതിനെ EDA എന്ന് പറയാം. നമ്മൾ മെഷീൻ ലേണിംഗ് മോഡൽസ് യൂസ് ചെയ്യും. അൺസൂപ്പർവൈസ്ഡ് മോഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ന്യൂറൽ നെറ്റ്വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സെഷൻസ് എല്ലാം ഈ ബാക്കി തന്നെയാണ്. അപ്പോ ഇന്നത്തെ സെഷന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫൗണ്ടേഷൻ പറയാം, പിന്നെ ഡാറ്റ സെറ്റ് എക്സ്പ്ലോറേഷൻ, നമുക്ക് തന്നേക്കുന്ന ഡാറ്റ സെറ്റ് എക്സ്പ്ലോർ ചെയ്തു, അണ്ടർസ്റ്റാൻഡ് ചെയ്തു. നമുക്ക് പ്രോബ്ലം റിയൽ വേൾഡ് ബിസിനസ് പ്രോബ്ലം, നമ്മൾ പുതിയൊരു കമ്പനി വരാണ്, അപ്പോൾ ആ കമ്പനിക്ക് ഇത്ര റേറ്റിംഗ് ഉള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യോ എന്ന് അറിയണം. നമ്മൾ ആ ടൈപ്പ് പ്രോബ്ലം, അതായത് ഡൗൺലോഡ് ചെയ്യോ ഇല്ലയോ, അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ കീ ടാർഗറ്റ് വേരിയബിൾ, നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യോ ഇല്ലയോ അങ്ങനെ വന്നെങ്കിൽ നമുക്ക് അതിന്റെ റേറ്റിംഗ് ഇമ്പോർട്ടൻസ് ആണ്, നമുക്ക് അതിന്റെ സൈസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ ഒരു കീ ഫീച്ചേഴ്സ് ആണ്. പിന്നെ നമ്മൾ ബേസിക് പാൻഡാസ് എക്സ്പ്ലോറേഷൻ ആണ് ഇന്ന് ചെയ്തത്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഡാറ്റ സയൻസിന്റെ ഒരു ഐസ്ബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അതായത് നമ്മളെല്ലാവരും പറയും ഇപ്പോ ജസ്റ്റ് ഒരു പ്രോബ്ലം കിട്ടാണ്, അതായത് ഇപ്പോ പറയാ സ്പോട്ടിഫൈഡ് ഒരു പ്രോബ്ലം കിട്ടാണ്. അപ്പൊ സ്പോട്ടിഫൈഡ് ഒരു കേസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ജസ്റ്റ് നമുക്ക് അതിന് റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ കൂടെ ഇട്ടാൽ മതിയില്ലേ, അപ്പോ അതിന് ഔട്ട്കം കിട്ടും, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊഡിക്ഷൻ കിട്ടും, അതിന്റെ ഒരു റെക്കമെൻഡേഷൻ കിട്ടും എന്നുള്ള രീതിക്ക് പറയാം. പക്ഷെ അത് ജസ്റ്റ് ഒരു 10% ആണ്. നമ്മളിങ്ങനെ ഐസ്ബർഗ് ഉണ്ടല്ലോ, അതായത് മേലിനകത്ത് കുറച്ച് കാര്യങ്ങൾ, പക്ഷെ അതിന്റെ താഴെ ഭയങ്കര ഡീപ്പിനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ഒരു മോഡൽ മാത്രമല്ല, നമ്മൾ നമുക്ക് കിട്ടിയ ഡാറ്റ സെറ്റിനകത്ത് ഇപ്പോൾ നൾ വാല്യൂസ് നമുക്ക് സോൾവ് ചെയ്യണം, പിന്നെ ഔട്ട്ലയേഴ്സ് സോൾവ് ചെയ്യണം, ഫീച്ചർ എഞ്ചിനീയറിംഗ്, പിന്നെ നമുക്ക് കിട്ടിയ ഡാറ്റ സെറ്റ് നമുക്ക് മര്യാദയ്ക്ക് റാങ്ക്ലിംഗ് റീഷേപ്പിംഗ് വഴി കുറച്ചുകൂടെ നല്ല രീതിക്ക് ഡാറ്റേനെ പ്രസന്റ് ചെയ്യണം.
പിന്നെ ബയസ് ഡിറ്റക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു ഹാർട്ട് റിസ്കിന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് എന്താ, ആൾക്ക് ഹാർട്ടിന്റെ അറ്റാക്കിനുള്ള റിസ്ക് ഉണ്ടോ ഇല്ലയോ. അപ്പൊ ആ ഒരു ഡാറ്റ സെറ്റിനകത്ത് ചിലപ്പോൾ കുറെ റിസ്ക് ഉള്ളവരുടെ ഡാറ്റ സെറ്റാണ് നമുക്ക് കിട്ടിയ. അപ്പോൾ ഒരു 80% റിസ്ക് ഉള്ളവരും 20% റിസ്ക് ഇല്ലാത്തവരാന്ന് വെച്ചോ. മോഡൽ ആ കാര്യം പഠിച്ചു ചെയ്യുന്ന സമയത്ത് ഈ ബയസ് നമ്മൾ പ്രോപ്പർലി നോക്കിയില്ല. അപ്പൊ മോഡൽ പ്രിഡിക്ട് ചെയ്ത് വന്ന സമയത്ത് മിക്ക ടാസ്കുകളും, അതായത് ഒരു 10-ൽ 8 ടാസ്കുകളും അത് SS, അതായത് ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് ഉണ്ടെന്ന് പറയും. അപ്പൊ നമ്മൾ ബയസ് പ്രോപ്പർലി ഡിറ്റക്ട് ചെയ്തില്ല, അത് കറക്റ്റ് ചെയ്തില്ല എന്നുള്ള രീതിക്കാണെങ്കിൽ നമുക്ക് ഔട്ട്കം വന്ന സമയത്ത് മോഡൽ അതേപോലെ അത്രയ്ക്ക് മോശമാവും. അപ്പോ ജസ്റ്റ് എപ്പോഴും നമ്മൾ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും വെക്കും ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഔട്ട്കം കിട്ടും, അത് പ്രൊഡിക്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള രീതിക്കല്ല. അത് ജസ്റ്റ് ഒരു 10% മാത്രമാണ്. മെഷീൻ ലേണിംഗ് മോഡല് നിങ്ങൾക്ക് ചൂസ് ചെയ്യണത്, അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞ റിഗ്രഷൻ കേസ് ആണെങ്കിൽ അതിന് റിഗ്രഷൻ മോഡൽ ഇട്ടാൽ മതി എന്നുള്ളൂ. പക്ഷെ അതിന് മുമ്പ് വരെ നമ്മൾ ആ ഡാറ്റേനെ എങ്ങനെ എത്തിച്ചു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. നമ്മൾ പ്രോപ്പർലി എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അടിപൊളി മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതാണ് ഓക്കെ. ഇപ്പോ ഇന്നത്തോടെ ഇത്ര ഉള്ളൂ ഞാൻ സെഷനകത്ത് ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങള്. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. ഹെനോഷ് ചോദിച്ച ഡൗട്ട് എന്ന് പറയുന്നത് ഡാറ്റ ഡോട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതെ നമ്മൾ കംപ്ലീറ്റ് ഡാറ്റ സെറ്റിന്റെയാണ് വന്നത്. പക്ഷെ നമുക്ക് ആ തന്ന ഡാറ്റ സെറ്റ് നമ്മൾ നോക്കിയില്ലായിരുന്നോ? അതായത് കണ്ടോ, നമ്മൾ അതിന്റെ ഇൻഫോ കൊടുക്കുന്ന സമയത്ത് ആകെ റേറ്റിംഗ് മാത്രമേ ഫ്ലോട്ട് ഉണ്ടായുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് റേറ്റിംഗിന്റെ മാത്രം വന്നത്. ഇപ്പൊ ഇവിടെ സൈസ് ഇൻഡ് ആയിട്ടാണ് കിടന്നെങ്കിൽ നമ്മൾ സൈസിന്റെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സ്റ്റാറ്റ് വന്നേനെ. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ആരാന്ന് ഹാൻഡ് റൈസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഇനി ഡൗട്ട് ക്ലിയറൻസ് സെഷനാണ്. എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഇപ്പോ സെഷന്റെ പോരായ്മകള് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചുകൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഡാറ്റ ക്ലീനിങ് ഇങ്ങനെ ചെയ്യുക. ഓക്കെ. എടാ അത് നമ്മള് ഡാറ്റ ക്ലീനിങ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ അത് അടുത്തൊരു ടോപ്പിക് ED എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുക, അല്ല ഇപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിനകത്ത് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി പോവാണ്. നമ്മൾ അവിടുത്തെ സിറ്റിസൺസിന്റെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാണ്. ഡാറ്റ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഏകദേശം എന്താ പറയാ, നമുക്ക് കുറച്ച് മെയില് ഫീമെയില് ആ കാറ്റഗറി, അതായത് സെക്സ് കാറ്റഗറി കിട്ടിയില്ല. നമ്മള് ബാക്കി ഇപ്പോ ആ ഏരിയനകത്ത് ഒരു 80% മെയിൽസ് ആണെന്ന് നമുക്ക് ഒരു ഇൻഫോ കിട്ടി. പിന്നെ ബാക്കി 20% ഫീമെയിൽസ് ഉള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഡാറ്റയിനകത്ത് അതിനാണ് നമ്മൾ ഗ്രാഫ് ഒക്കെ പ്ലോട്ട് ചെയ്യണം. പ്രോപ്പർലി നമുക്ക് തന്നേക്കുന്ന ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കി നമ്മള് ഇപ്പോ കൂടുതൽ നമുക്കൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മള് കൂടുതലായിട്ട് വന്നത്, അതായത് ഇപ്പൊ കൂടുതൽ മെയിൽ ആണെങ്കിൽ നമ്മളത് ഫില്ല് ചെയ്യും, നമുക്കത് സ്ക്യൂഡ് ആണെങ്കിൽ അങ്ങനെ ഫില്ല് ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുള്ള സെഷൻ നമുക്ക് Day 3 ഉണ്ട്, ED എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ്. അപ്പൊ അതിനകത്ത് കയറാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും ഞാൻ ഈ പറഞ്ഞേക്കാളും. അതാണ് ഈ കുറച്ചുകൂടെ ഇങ്ങനെ നമ്മൾ ഗ്രാഫ് ഒക്കെ പ്ലോട്ട് ചെയ്ത് ചെയ്യേണ്ട കാര്യം. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ? സെഷൻ നല്ലതായിരുന്നു. എനിക്ക് ഡൗട്ട് നമ്മൾ ആവുന്നല്ലോ. അപ്പൊ സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ ആദ്യത്തെ ശുദ്ധി പ്രൊഡക്ഷൻ ഭയങ്കര ഓഫായിരുന്നു. സോ ഇനീഷ്യൽ സ്റ്റേജില് ഡാറ്റ കളക്ട് ചെയ്ത് വന്നല്ലോ. പെർഫോം ചെയ്യുമ്പോ എങ്ങനെയാണ് ഒരു ഡാറ്റയുടെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്? എടാ നീ ഇങ്ങനെ പറഞ്ഞത് ഒന്നും എനിക്ക് പകുതിയെ ക്ലിയർ ആയുള്ളൂ. ജസ്റ്റ് നീ ഒന്ന് ടൈപ്പ് ചെയ്തിടാവോ, അല്ലെങ്കിൽ ഷോർട്ട് ചെയ്ത് പറയുമോ? ജസ്റ്റ് ഇങ്ങനെ കട്ട് പ്രോപ്പർലി കേട്ടില്ല. എന്റെ വോയിസിനകത്ത് എന്തോ ഇഷ്യൂ ഉണ്ട്.
നീ ചാറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ അത് അപ്പൊ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. വേറെ ആരൊക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഓക്കെ ആയിരുന്നോ? അതോ ഭയങ്കര ബോറായിരുന്നോ? തിയറി കയറി വന്നപ്പോ ഒരു ചെറിയ ഡൗട്ടും കൂടി ഉണ്ട്. പറഞ്ഞോ. നേരത്തെ പറഞ്ഞ ഡേറ്റ ഡിസ്ക്രൈബില് റേറ്റിംഗ് അല്ലാണ്ട് ഈ നെയിമും ജോണർ അങ്ങനെയൊക്കെ ഡേറ്റ സെറ്റിലുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റും നമുക്ക്? നമുക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളവിടെ ഒരു സ്റ്റാറ്റിക്സ് എടുക്കണ ഒരു മാത്സ് ബേസിക് ആയിട്ട് പറയണേ. അപ്പോ അവിടെ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കേണ്ട ഒരു പ്രതീക്ഷിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ പ്രതീക്ഷിക്കുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ കൊടുക്കണ പാസ് ചെയ്യണ വാല്യൂസ് ഇൻഡിജർ ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്ലോട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കണം. എന്നാൽ മാത്രമല്ല നമുക്ക് ഇപ്പൊ നമ്മള് ഫസ്റ്റത്തെ ആപ്പിന്റെ പേര് നമ്മൾ പാസ് ചെയ്തു എന്ന് വെച്ചോ, നമ്മൾ അതിന്റെ മീൻ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അതിന്റെ 5% വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ, സിമിലർ 5% കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോ നമ്മളിപ്പോ ആ പാസ് ചെയ്യണ കോളം ഇപ്പോ പേരുകളാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരിക്കലും മീൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് നമുക്ക് ഒരിക്കലും ഒരു സ്ട്രിങ് ബേസ് ചെയ്തിട്ടുള്ള കോളത്തിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അത് വരാണ്ടിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോ ആ ഒരു കോളം എടുത്തിട്ട് നമുക്ക് അതിന്റെ എന്തോരം കൗണ്ട് ഉണ്ടെന്ന് നമുക്ക് എടുക്കാം. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ യൂസ് ചെയ്യാം. പക്ഷെ അതിന്റെ മേളിൽ മാത്തമാറ്റിക്കായിട്ട് നമുക്ക് ഫങ്ഷൻസ് ചെയ്യാൻ പറ്റില്ല. കൃഷി നീ ഇതല്ല ചോദിച്ചേ, നീ എക്സ്പെക്ട് ഓക്കെ ലൈക്ക് സ്വിഗ്ഗീസ് പ്രൊഡക്ഷൻ ടൈം വാസ് വെരി ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ. അതായത് പ്രോപ്പർ ഡാറ്റ ഇല്ലാണ്ട്, അതായത് നമ്മള് ഇപ്പൊ സ്വിഗ്ഗിയുടെ കേസ് നമ്മൾ കൊച്ചിനകത്ത് വന്ന സമയത്ത് ടൈമിംഗ് ഓഫ് ആർന്നു പറഞ്ഞു. പക്ഷെ അവർക്ക് ബാക്കി ഡാറ്റ അവർ അതായത് ഇപ്പൊ സർവേസ് എടുക്കാലോ, പിന്നെ ഗൂഗിൾ മാപ്പ്, അല്ലെങ്കിൽ അവർക്ക് സ്വിഗ്ഗി, അതായത് ഇപ്പോ ആ ഒരു ഡെലിവറി ടൈം നമ്മൾ എടുക്കണ, ഇപ്പൊ നമ്മൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ട്രാഫിക് നോക്കും. നമുക്ക് ആ ഒരു സ്ഥലത്തെ ട്രാഫിക് അല്ലാണ്ട് ഡാറ്റ കിട്ടുമല്ലോ. അതായത് ഇപ്പോ എന്താ പറയുക, ഗൂഗിൾ മാപ്പിന്റെ പ്രീവിയസ് ആയിട്ടുള്ള ഇത് നോക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി ട്രാക്കിംഗ് വഴി നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയുള്ളത് കിട്ടും. നമുക്ക് മെയിൻ ആയിട്ട് അവർക്ക് മിക്കവാറും കുറവായിട്ടുണ്ടായിരുന്ന ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് പ്രോപ്പർ ഡാറ്റ അല്ല, അതിന് പ്രോപ്പർലി ഡാറ്റ ഉണ്ടാവും. പക്ഷെ അവർ ആ മോഡൽ കുറച്ചുകൂടെ എക്സ്ട്രാ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിന്റെ സമയത്ത് ഇപ്പൊ നമുക്ക് പറയാം, ഞാനൊരു മോഡലിനെ ക്രിയേറ്റ് ചെയ്തു ഒരു 10,000 ഡാറ്റ വെച്ച്. ഞാൻ ആ പ്ലാറ്റ്ഫോം ലൈവ് ആക്കിയ സമയത്ത് എനിക്ക് എക്സ്ട്രാ ഒരു 10,000 ആൾക്കാർ വന്ന സമയത്ത് എനിക്ക് എന്റെ ഇനീഷ്യലി ഉള്ള 10,000 ഡാറ്റയും ആ വന്ന ആൾക്കാരുടെ 10,000 ഡാറ്റയും വെച്ച് നമുക്ക് വീണ്ടും മോഡലിനെ റീട്രെയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ അതിന്റെ എഫിഷ്യൻസി കൂട്ടി അങ്ങനെ ആ മോഡൽ സെറ്റ് ആക്കിയതാണ്. നമുക്ക് ഇനീഷ്യലി ഡാറ്റ ഉണ്ടായിരുന്നു, ബട്ട് നമുക്ക് ഡാറ്റയുടെ കുറവുണ്ടായിരുന്നു. ആ കുറവ് പുതിയ ആൾക്കാർ വന്നപ്പോൾ നമ്മൾ അതിനെ റീട്രെയിൻ ചെയ്ത് നമ്മൾ സെറ്റാക്കി. ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം ഡാറ്റയ്ക്ക് എങ്ങനെ കിട്ടാം? ഫീച്ചർ എഞ്ചിനീയറിംഗ് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമുക്കുള്ള ഡാറ്റയുടെ മുകളിലാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്യണേ. നമ്മള് ഇപ്പൊ എന്താ പറയാ, നമ്മള് ഒരു എക്സാമ്പിള്, ഇപ്പൊ ഈ ആപ്പിന്റെ നേരത്തെ പ്ലേ സ്റ്റോറിന്റെ കേസ് തന്നെ എടുക്കുകയാണ്. നമുക്ക് തന്നേക്കണം നമ്മള് ആപ്പിന്റെ റേറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്ത് അത് ഉള്ളതാണോ ഇല്ലതാണോ നോക്കാം. അതായത് റേറ്റിംഗ് നമ്മൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ഫേക്ക് ആയിട്ട് റേറ്റ് ചെയ്യുമല്ലോ. അതായത് ഇപ്പോ കമ്പനീസ് വേണമെങ്കിൽ അവർക്ക് പെയ്ഡ് ചെയ്ത് ആൾക്കാരെ ബോട്ട് റിലീസ് ചെയ്തിട്ട് ആൾക്കാർ ചുമ്മാ റിവ്യൂ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ പറയാ, ഗുഡ് ആപ്പ് എന്ന് പറഞ്ഞൊരു 100 റിവ്യൂ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ നമ്മള് അതിനൊരു ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്യാണ്. അതായത് നമുക്കിങ്ങനെ സിമിലർ ആയിട്ട് വന്നേക്കുന്ന റിവ്യൂസിനെ നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനൊറ്റ റിവ്യൂ ആക്കിയിട്ട് നമ്മൾ തന്നതിന്റെ ആവറേജ് എടുത്ത് അങ്ങനെ നമുക്കൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒറിജിനൽ റേറ്റിംഗ് കണ്ടുപിടിക്കാം. അതായത് ഒറിജിനൽ റേറ്റിംഗ് ഇതായിരിക്കാം. അപ്പോൾ നമ്മൾ ഫീച്ചർ എഞ്ചിനീയറിംഗ് എപ്പോഴും ചെയ്യണമെന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്ന ഡാറ്റ, നമുക്ക് തന്നേക്കുന്ന കോളംസ്, അത് വെച്ച് നമ്മൾ പുതിയ കോളം ക്രിയേറ്റ് ചെയ്യണം. അല്ലാണ്ട് പുറത്തുനിന്ന് ഡാറ്റ സെറ്റ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുള്ള. ഇതാണോ നീ ഉദ്ദേശിച്ചതിന്റെ ഒരു ഉത്തരം? പക്ഷേ അപ്പോൾ അത് മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കും. അല്ലാതെ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് എനിക്ക് നല്ലൊരു എക്സാമ്പിൾ തലയിൽ കിട്ടുള്ള ആ എക്സാമ്പിൾ തന്നെ ഫേക്ക് റിവ്യൂ ആണോ ഒറിജിനൽ റേറ്റിംഗ് ആണോ എന്ന് നമ്മൾ ഫുൾ നമുക്ക് എടുത്തേക്കണ കോളംസിൽ നമ്മൾ ഓരോ കോളത്തിനകത്ത്
പല പല മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ഫീച്ചർ ഉണ്ടാക്കണേ. നമ്മൾ മാനുവലി അല്ല ചെയ്യണേ, നമ്മൾ ജസ്റ്റ് ഓരോ കോളത്തിന്റെ ആവറേജ് എടുത്തിട്ട് അങ്ങനെ ചെയ്യും. റെക്കോർഡ് സെഷൻസ് കിട്ടും, നമ്മുടെ ന്യൂലൻ ഫൗണ്ടേഷന്റെ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യും. ഈ സെഷൻ കഴിയുമ്പോൾ ഏകദേശം ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ അത് സെഷൻ ഇടും. എടാ ഇങ്ങനെ പഠിച്ചതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോ നേരത്തെ നമ്മുടെ സെഷൻ തുടങ്ങിയ സമയത്ത് കുറെ യൂസ് കേസ് അല്ലെങ്കിൽ നമ്മൾ റിയൽ വേൾഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നെറ്റ്ഫ്ലിക്സിനകത്ത് എങ്ങനെയായിരിക്കും ഇത് തന്നെ, അല്ലെങ്കിൽ സ്പോട്ടിഫൈ എങ്ങനെയായിരിക്കും പാട്ട് റെക്കമെൻഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ക്യൂരിയോസിറ്റി നമുക്ക് തുടങ്ങണേ. അപ്പോ ആ സെയിം ക്യൂരിയോസിറ്റി ഞാൻ എന്താ പറയാ, ഞാൻ ഫസ്റ്റ് എങ്ങാണ്ട് ചെയ്തത് ഇങ്ങനെ ഈ എപ്പോഴും ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഹാർട്ട് അറ്റാക്ക് പ്രഡിക്ഷൻ, ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്തത് അതെങ്ങാണ്ടായിരുന്നു. അപ്പൊ അന്ന് ആ ചെയ്തത് എനിക്ക് അന്നത്തെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചുമ്മാ അടിച്ചു നോക്കുമ്പോൾ കാഗിളിനകത്ത് ഡാറ്റ സെറ്റ് കിട്ടണു. പിന്നെ യൂട്യൂബ് ചാനൽ ഇഷ്ടം പോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് നോക്കി പഠിക്കണം, ഇങ്ങനെ ചെയ്യണു. പിന്നെ ഒരു ഇൻട്രസ്റ്റ്, മെയിൻ ആയിട്ട് വേണ്ട ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ചുറ്റുപാട് നോക്കിയപ്പോ കിട്ടി, പിന്നെ പയ്യെ പയ്യെ പഠിച്ചു പോയി. യൂട്യൂബ് വീഡിയോസ് ചാനൽ സജഷൻസ് പറയുകയാണെങ്കിൽ ഇനി കൃഷ്ണായിക്കിന്റെ നല്ലതാ, കൃഷ്ണായിക്ക് അല്ലെങ്കിൽ ക്യാമ്പസ് എക്സ്, അവരുടെയൊക്കെ അടിപൊളി യൂട്യൂബ് ചാനലാണ്. ക്യാമ്പസ് എക്സ് കുറച്ചുകൂടെ ഈ ഹിന്ദിയാണ്, പക്ഷെ ഹിന്ദി മനസ്സിലാവും, നമ്മൾ ഈ സിനിമയൊക്കെ കാണുന്നല്ലേ. അത് ഹിന്ദിയാണ്, പക്ഷെ കുറച്ചുകൂടെ ഹിന്ദിയും ഇംഗ്ലീഷും മിക്സ്ഡ് ആണ്, അടിപൊളിയായിട്ട് മനസ്സിലാവും. നാടാ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്, മൈക്ക് ഓണാക്കി ചോദിച്ചോളാം. ചാറ്റി മാത്രം ഒതുങ്ങി പോലെ അല്ലായിരുന്നു. എടാ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം. ഇവിടെ ഇട്ടുണ്ട് ക്യാമ്പസ് എക്സ്. ഹലോ, ചോദിച്ചോളൂ. പിന്നെ ഈ SQL ഇപ്പൊ പഠിക്കുന്നത് എങ്ങനെയാ വെറുത്താണോ? ഇപ്പൊ ഞാൻ SQL ട്യൂട്ടോറിയൽ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അപ്പോ ഫ്രീ കോഡ് ക്യാമ്പ് അറിയുമായിരിക്കും അല്ലേ? അപ്പൊ അവരുടെ ഒരു 8 വർഷം മുന്നത്തെ ട്യൂട്ടോറിയൽ ഉണ്ട്. അപ്പോ ഞാനിപ്പോ SQL പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നോക്കണോ അല്ലെങ്കിൽ പുതിയ ട്യൂട്ടോറിയൽ നോക്കണോ? അതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാവുമോ? നമ്മള് SQL ഒക്കെ പണ്ട് തൊട്ടുള്ളതാ, അപ്പൊ അതിന്റെ ഫൗണ്ടേഷൻ ഒക്കെ നിനക്ക് വേണമെങ്കിൽ ആ സെഷൻ കണ്ടാൽ നിനക്ക് മനസ്സിലാവും. കുറച്ച് പുത്തനായിട്ട് ഇപ്പൊ എന്തെങ്കിലും അത് കണ്ടോ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും നമ്മളൊരു സെഷൻ കണ്ടു കഴിയുമ്പോൾ, ഇപ്പോ ഞാൻ തന്നെയായാലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന തെറ്റെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും യൂട്യൂബ് ചാനൽ കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതായത് ഇത് ഭയങ്കര സിമ്പിൾ ആർന്നല്ലോ എന്ന് വെക്കും, പക്ഷെ അത് പിന്നെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും നമുക്കൊന്നും കിട്ടാതെ. നീ യൂട്യൂബ് സെഷൻ ഏത് കണ്ടാലും എല്ലാം ഒന്നി തന്നെ, ഒരു ഫൗണ്ടേഷനിൽ നിന്ന് പിന്നെ ഓരോ ആൾക്കാരുടെ എക്സ്പ്ലനേഷനിലാണ് മാറ്റമുള്ളൂ. ഫൗണ്ടേഷൻ എല്ലാത്തിന്റെയും സെയിമാ. നീ ഇപ്പോ പ്രീ കോഡ് ക്യാമ്പ് കണ്ടാലും കോഡ് വിത്ത് മോഷൻ കണ്ടാലും ഏത് കണ്ടാലും അവരൊരു സാധനം തന്നെ പറയണേ, നീ അതെങ്ങനെ മനസ്സിലാക്കണോ, പിന്നെ നീ അതെങ്ങനെ അപ്ലൈ ചെയ്യണോ, അതിനകത്തെ കാര്യമായിരിക്കണുള്ളൂ. അത് കണ്ടാലും മതിടാ. പിന്നെ ഞാൻ ഏതൊരു SQL നമുക്ക് ഇങ്ങനെ ചെയ്ത് പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, അതായിരുന്നു അടിപൊളിയായിട്ട് യൂസ് ആക്കിയത്. ഞാൻ അത് ലിങ്ക് ഇട്ടുമ്പോൾ ഇടാം. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ഈ പ്രാക്ടിക്കലായിട്ട് കുറച്ചും കൂടി ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തുക നന്നായിരിക്കും. പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് ഞാൻ ഇപ്പൊ ഇടാം. ഞാൻ ഒരു വട്ടം ചെയ്തു പഠിച്ച ഒരു ഇതുണ്ട്, SQL ബോൾട്ടിന്റെ. പിന്നെ ആർക്കെന്തെങ്കിലും ഡൗട്ട്? പിന്നെ പറഞ്ഞില്ലേ ഈ ഹാർട്ടിന്റെ